Hi everyone. Good evening. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ഒന്ന് ബ്രീഫ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ, പിന്നെ പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, അതെല്ലാം ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബയോളജി 11th ടോപ്പിക്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ഓൾറെഡി യു ഹാവ് ലേൺഡ് ഇൻ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡ് എടുത്തപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ് എന്തിനാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എളുപ്പത്തിൽ ഓർഗാനിസത്തിനെ മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും പഠിക്കാനും എല്ലാം വേണ്ടിയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടാക്സോണമി. അപ്പം അതിൽ തന്നെ ആദ്യമായി ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരാണ്? അപ്പോൾ അതിനെക്കുറിച്ച് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ക്ലാസിഫിക്കേഷൻ ഇറ്റ് വാസ് ഡൺ ബൈ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. പ്ലാന്റ്സിനെ തന്നെ ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതുപോലെ ആനിമൽസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, വിത്ത് RBC ആൻഡ് വിത്തൗട്ട് RBC. സോ ദിസ് വാസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ അറ്റംപ്റ്റ് നടത്തിയത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കും, ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഹി ഡിവൈഡഡ് പ്ലാന്റ്സ് ഇൻ ടു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ് and animals into two category only, with RBC and without RBC. അതിനുശേഷമാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ലിനേയസ് ആണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലിനേയസ് ഓർഗാനിസത്തിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു, ഇൻ ടു കിങ്ഡം പ്ലാന്റേ ആൻഡ് ഇൻ ടു കിങ്ഡം ആനിമേലിയ. അപ്പോൾ കിങ്ഡം പ്ലാന്റേയിൽ വരുന്നത് ഏതെല്ലാം ഓർഗാനിസം ആണ്? സോ ദോസ് ഓർഗാനിസം ഇൻ വിച്ച് സെൽ വാൾ ഈസ് പ്രസൻറ്റ്, സെൽ വാൾ പ്രസൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനുള്ള, ലോക്കോമോഷൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് ലിനേയസ് പ്ലാന്റേയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ സെൽ വാൾ ഈസ് പ്രസൻറ്റ് ആൻഡ് വിച്ച് ഈസ് ഹാവിങ് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഇൻ വിച്ച് ലോക്കോമോഷൻ ഈസ് ആബ്സെൻറ്റ്. ഇങ്ങനെയുള്ള എല്ലാ ഓർഗാനിസത്തിനെയും പ്ലാന്റ്സിൻ്റെ താഴെയാണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ പ്ലാന്റ്സിൽ തന്നെ എല്ലാ ഓർഗാനിസവും വന്നിരുന്നു, ലൈക്ക് ഫംഗസ് ആസ് വെൽ ആസ് ദ പ്രൊട്ടിസ്റ്റ, മൊണീറ, ഓൾ ദീസ് ഗ്രൂപ്പ്സ് വർ കമ്മിങ് അണ്ടർ കിങ്ഡം പ്ലാന്റേ. അതിൽ തന്നെ ആനിമേലിയയിൽ വരുന്നതാണെങ്കിലോ സെൽ വാൾ ഒരു പരിധിവരെയും ഇല്ലാത്ത ഓർഗാനിസം, ദോസ് ഓർഗാനിസം ഇൻ വിച്ച് സെൽ വാൾ വാസ് ആബ്സെൻറ്റ് ആൻഡ് വിച്ച് ഈസ് ഹാവിങ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനുള്ള, ലോക്കോമോഷൻ പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് ആനിമേലിയയിൽ പ്ലേസ് ചെയ്തിരുന്നത്. അപ്പം ഇതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒത്തിരി ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ലിനേയസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഡീമെറിറ്റ്സ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കണ്ടുവന്നത്? പ്രോ ക്യാരിയോട്സിനെയും യു ക്യാരിയോട്സിനെയും ഒരുമിച്ചാണ് വെച്ചിരുന്നത്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ താഴെ തന്നെ ദേ വർ പ്ലേസിങ് ബാക്ടീരിയ. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ താഴെ വന്നിരുന്ന ഏതൊക്കെ ഓർഗാനിസമാണ്? ഇറ്റ് വാസ് ഇൻക്ലൂഡിങ് മൊണീറ വിച്ച് വാസ് ഹാവിങ് ബാക്ടീരിയ, ദെൻ പ്രൊട്ടിസ്റ്റ, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഫംഗൈ. ഇതെല്ലാം പ്ലാന്റയുടെ താഴെയാണ്. ദെൻ ഓൾ ദ അതർ പ്ലാന്റ്സ്, ഓൾ ദർ വർ കമ്മിങ് അണ്ടർ പ്ലാന്റേ. അപ്പം ഇതിലെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് മൊണീറയിൽ കാണുന്നത് ഏതാണ്? പ്രോ ക്യാരിയോട്സ് ആണ്. ദ ഓർഗാനിസം ഇൻ വിച്ച് ദർ ഈസ് നോ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, ഒരു പ്രോപ്പർ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസമാണ് മൊണീറയിൽ വരുന്നത്. അതേസമയം ബാക്കി എല്ലാ ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? യു ക്യാരിയോട്സ് ആയിരുന്നു. യു നോ വാട്ട് ഈസ് യു ക്യാരിയോട്സ്? ട്രൂ ന്യൂക്ലിയസ് ഉള്ള, ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉള്ള ഓർഗാനിസം. ഇതിനെയെല്ലാം പ്ലാന്റ്സിൻ്റെ താഴെ, അപ്പോൾ പ്രോ ക്യാരിയോട്സിനെയും യു ക്യാരിയോട്സിനെയും ഒരുമിച്ച് വെച്ചിരുന്നു. ദിസ് വാസ് ദ ഫസ്റ്റ് ഡിഫക്റ്റ് ഇൻ ഹിസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോ ക്യാരിയോട്സിനെയും യു ക്യാരിയോട്സിനെയും ഒരുമിച്ചാണ് ഇവർ വെച്ചിരുന്നത്. ദെൻ
ഇറ്റ് ഇൻക്ലൂഡഡ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ടുഗദർ. ഇപ്പം മുനീർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അതേസമയം പ്രൊട്ടിസ്റ്റയിലും കുറേ യൂണിസെല്ലുലാർ ഓർഗാനിസം കാണാം. ഇനി പ്ലാന്റ്സ് എടുത്താലോ മൾട്ടി സെല്ലുലാറുമാണ്. അപ്പോൾ ഇതേപോലെ ക്ലമിഡോമോണസ് പോലെയുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസവും സ്പൈറോഗൈറ പോലെയുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസവും ഇതിനെല്ലാം ഒരുമിച്ചാണ് പ്ലേസ് ചെയ്തിരുന്നത്. സോ ദിസ് വാസ് ഓൾസോ എ ഡിഫക്റ്റ് ഇൻ ഹിസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫപ്പ് ഇങ്ങനെയാണ്: ഹി നെവർ ഡിസ്റ്റിങ്ക്യൂഷ് ഓർ ദർ വാസ് നോ പ്രോപ്പർ ഡിസ്റ്റിങ്ക്യൂഷൻ. ഒരിക്കലും ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ ഇവരുടെ ക്ലാസിഫിക്കേഷനിൽ കാണുന്നില്ല. പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാർ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സ്, ആൽഗെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോ മീൻസ് വാട്ട്? സെൽഫ്. ട്രോഫിക് മീൻസ് ന്യൂട്രീഷൻ. ഇപ്പോൾ സ്വയം ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ഓർഗാനിസത്തിനെയും മറ്റുള്ള ഓർഗാനിസത്തിനെ ആശ്രയിക്കുന്നവരെയും, ദാറ്റ് ഈസ് ഹെട്രോ. ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻസ് ഉള്ള ഓർഗാനിസത്തിനെയും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫംഗൈനെയും അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൽഗേനെയും ഇവരെല്ലാവരെയും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതതിൻ്റെ തേർഡ് ഡീമെറിറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം. ഇനി യുഗ്ലീനെ എടുത്തു കഴിഞ്ഞാൽ യുഗ്ലീന ഈസ് എ മിക്സോട്രോപ്പ്. അതിന് ഓട്ടോട്രോഫിക് അതുപോലെ തന്നെ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. പക്ഷേ യുഗ്ലീനേനെയും പ്രോപ്പർലി കൺസിഡർ ചെയ്തിട്ടില്ല ഈ പറയുന്ന ലിനേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. ഇനി വൈറസും അതുപോലെ തന്നെ ലൈക്കൻസ് ഇവരെയും ക്ലാസിഫിക്കേഷനിൽ കൺസിഡറേ ചെയ്തിട്ടില്ല. അപ്പം ഇത്രയുമാണ് ഈ പറയുന്ന ലിനേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്ക്. ദർ ഈസ് നോ പ്രോപ്പർ ഡിസ്റ്റിങ്ക്യൂഷൻ ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അതുപോലെ തന്നെ യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്, ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ചില ആൽഗയും അതേപോലെ തന്നെ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഫംഗസ് ഇവരെല്ലാം ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി യുഗ്ലീനൊക്കെ ഒരു പ്രോപ്പർ പൊസിഷനും കൊടുത്തിട്ടില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഈ ഡീമെറിറ്റ്സ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് RH വിറ്റാക്കർ ആണ്. അപ്പോൾ RH വിറ്റാക്കർ 1969 പല ക്രൈറ്റീരിയനെയും ബേസ് ചെയ്തുകൊണ്ട് തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ക്രൈറ്റീരിയനെ ബേസ് ചെയ്താണ് ഈ പറയുന്ന RH വിറ്റാക്കർ 5 കിങ്ഡംസ് ആയിട്ട് ഓർഗാനിസത്തിനെ തിരിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ക്രൈറ്റീരിയ വാസ് സെൽ ടൈപ്പ്. അപ്പോൾ സെൽ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ 2 സെൽ ടൈപ്പാണ് പറയാനുള്ളത്. ഒന്ന് പ്രോകാരിയോട്ടും അതുപോലെ തന്നെ യൂകാരിയോട്ടും. എന്താണ് പ്രോകാരിയോട്ട്? പ്രോ എന്ന് പറഞ്ഞാൽ ഫാൾസ്, കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. അപ്പോൾ പ്രോകാരിയോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു സെല്ലിൽ തന്നെ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഫാൾസ് ന്യൂക്ലിയസ് ആണ് വരുന്നത്. ന്യൂക്ലിയസ് വിത്തൗട്ട് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതുപോലെ തന്നെ മെംബ്രെയിനിയസ് കവറിംഗ് ഉള്ള സെൽ ഓർഗനൽസ് എല്ലാം തന്നെ ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു സെല്ലിനെയാണ് പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 2 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം നോക്കിയിരുന്നത് ഏത് ടൈപ്പ് സെല്ലാണ് ഈ ഓർഗാനിസത്തിൽ വരുന്നത്, പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ന്യൂക്ലിയസ് വിത്തൗട്ട് എ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ ആബ്സെൻറ്റ്. ഇനി യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് അർത്ഥം, കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. അപ്പോൾ യൂകാരിയോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിലൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാം. അതേപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസും കാണാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, മൈറ്റോകോൺട്രിയ എന്നിങ്ങനെയുള്ള സെൽ ഓർഗനൽസ് എല്ലാം പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് യൂകാരിയോട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്രൈറ്റീരിയ ഈസ് ലുക്കിംഗ് അറ്റ് ദ സെൽ. സെക്കൻഡ്, ഹി വാസ് ഓൾസോ ചെക്കിംഗ് സെൽ വാൾ. ഈ ഓർഗാനിസത്തിലെല്ലാം സെൽ വാൾ പ്രസൻ്റ് ആണോ, പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ആബ്സെൻ്റ് ആണെങ്കിൽ അതങ്ങനെ. അപ്പോൾ സെൽ വാൾ ഉണ്ടോ എന്നും ചെക്ക് ചെയ്തിരുന്നു RH വിറ്റാക്കർ. ആൻഡ് ഹിസ് തേർഡ് ക്രൈറ്റീരിയ, ഹി വാസ് ഓൾസോ ചെക്കിംഗ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇത് ഏത് ലെവലിലാണ് കാണുന്നത്? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇഫ് യു ടേക്ക്, they can be either found in cellular level, tissue level, organ level or organ system level. അപ്പോൾ അത് യൂണിസെല്ലുലാർ ആണോ അതോ
മൾട്ടി സെല്ലുലാർ ആണോ എന്ന് ചെക്ക് ചെയ്തിരുന്നു. ഇനി മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ അത് ഏത് ലെവലിലാണ്, അതിൻ്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതാണ്? ഇപ്പോൾ ഒത്തിരി സെൽ അഗ്രിഗേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ സെല്ലുലാർ ലെവൽ എന്ന് പറയാം. അതേസമയം ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നു എങ്കിൽ അതിനെ ടിഷ്യൂ ലെവൽ എന്നും പറയാം. സോ ഐദർ ഇറ്റ് ക്യാൻ ബി സെല്ലുലാർ ലെവൽ ഓർ ഇറ്റ് ക്യാൻ ബി ടിഷ്യൂ ലെവൽ. ഇനി ടിഷ്യൂസ് അഗ്രിഗേറ്റ് ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഓർഗൻസ് ഒരിക്കലും ഇന്റർ കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ കോർഡിനേഷൻ ഇല്ല. പ്ലാന്റ്സ്, ഇഫ് യു ടേക്ക് ആൻജിയോസ്പേം, you can see several organs are present but organ system is not there, like leaf, stem, root, etc. അപ്പോൾ ഏതൊരു ലെവലിലാണ് ഇതിനെ കാണുന്നത്? അപ്പോൾ ഓർഗൻ ലെവൽ കാണാം. അതേപോലെ ഓർഗൻസ് ഇന്റർകണക്ട് ചെയ്തൊരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ഓർഗൻ സിസ്റ്റം ലെവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷന് വേണ്ടി RH വിറ്റാക്കർ ചെക്ക് ചെയ്തത്. So he was checking the cell type, cell wall, levels of organization, and he was also checking mode of nutrition. ഇപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കാണുന്നത്. ഒന്ന് ഓട്ടോട്രോഫിക്. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ്. ട്രോഫിക് എന്ന് പറഞ്ഞാലോ ന്യൂട്രീഷൻ. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സെൽഫ് ന്യൂട്രീഷൻ. അതേപോലെ ഹെറ്ററോട്രോഫിക്. എന്താണ് ഹെറ്ററോട്രോഫിക്? ഡിഫറെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഹെറ്ററോട്രോഫിക്, ഓർ ദേ ഡിപ്പെൻഡ് ഓൺ അതർ സോഴ്സസ് ഓഫ് ന്യൂട്രീഷൻ. അതിനെയാണ് ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ ഓട്ടോട്രോഫിക്കിൽ തന്നെ 2 ടൈപ്പ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് കീമോ ഓട്ടോട്രോപ്സ്, 2 ഫോട്ടോ ഓട്ടോട്രോപ്സ്. അപ്പോൾ കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ദേ വിൽ ബി പ്രിപ്പയറിംഗ് ദർ ഓൺ എനർജി ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ചില കെമിക്കൽ റിയാക്ഷൻസ് വഴി സ്വന്തമായി എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു, ലൈക്ക് ATP. ദാറ്റ് ഈസ് കോൾഡ് കീമോ ഓട്ടോട്രോപ്പ്. സോ ഫ്രം സം കെമിക്കൽസ് ത്രൂ സം റിയാക്ഷൻ ദേ ക്യാൻ മേക്ക് ദർ ഓൺ എനർജി ലൈക്ക് ATP. അതിനെയാണ് കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീമോസിന്തറ്റിക് ബാക്ടീരിയനെ കുറിച്ച് കേട്ട് കാണും, നൈട്രിഫൈയിങ് ബാക്ടീരിയ എക്സെട്ര. യു ക്യാൻ സീ ദേ ആർ കീമോ ഓട്ടോട്രോപ്സ്. അതേസമയം എനർജി സൺലൈറ്റ് വഴിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, ഇഫ് ദേ ആർ യൂസിങ് സം ഇനോർഗാനിക് മെറ്റീരിയൽ, അപ്പോൾ ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്നും ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ഇഫ് ദേ ആർ യൂസിങ് ഇനോർഗാനിക് മെറ്റീരിയൽ in order to form organic molecule എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് യൂസിങ് ലൈറ്റ്, അതിനെയാണ് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഒന്ന് ഓർത്തിരിക്കുക, കീമോ ഓട്ടോട്രോപ്സ് ആൻഡ് ഫോട്ടോ ഓട്ടോട്രോപ്സ്. ഇനി ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പാണെന്ന് ബ്രീഫായിട്ട് പറയാനുള്ളത്. ഒന്ന് പാരസൈറ്റിക്. എന്താണ് പാരസൈറ്റിക് എന്ന് നിങ്ങൾക്കറിയാം? ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഗ്രോ ചെയ്യുക, അതിൽ നിന്നും ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യുന്നതിനെയാണ് പാരസൈറ്റിക് എന്ന് പറയുന്നത്. ഇനി ശരീരത്തിൻ്റെ അകത്താണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ എൻഡോ പാരസൈറ്റ് എന്നും, പുറത്താണെങ്കിൽ എക്ടോ പാരസൈറ്റും എന്നാണ് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സാപ്രോഫൈറ്റിക്. ഫംഗസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ദേ ഗ്രോൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. അതിനുശേഷം ഈ ചത്ത് കിടക്കുന്ന പ്ലാന്റ്സോ ആനിമൽസിലോ ഗ്രോ ചെയ്ത് ന്യൂട്രിയൻസ് എല്ലാം അതിൽ നിന്നും അബ്സോർബ് ചെയ്യുക, എൻസൈംസ് റിലീസ് ചെയ്ത് ആ ഒരു ഡെഡ് മാറ്ററിനെ ഒന്നും കൂടി ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യുക. അതിനെയാണ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ യു ക്യാൻ സീ ദർ ഈസ് വൺ മോർ ടൈപ്പ്, ദാറ്റ് ഈസ് ഹോളോസോയിക്. അപ്പം എന്താണ് ഹോളോസോയിക്? എൻഗൾഫിംഗ് ആൻഡ് ഡൈജസ്റ്റിംഗ് കോംപ്ലെക്സ് ഫുഡ് പാർട്ടിക്കിൾ. നമ്മൾ ഹോളോസോയിക് ആണ്. നമ്മൾ ഫുഡ് പാർട്ടിക്കിൾ, ഓർഗാനിക് മോളിക്യൂൾസിനെ ഇൻടേക്ക് ചെയ്യുന്നു, അതിനെ പിന്നീട് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്നു അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം. അതിനെയാണ് ഹോളോസോയിക് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. അപ്പം ഇത്രയും ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓർഗാനിസത്തിനെ 5 കിങ്ഡംസ് ആയിട്ട് ഈ പറയുന്ന സയൻറ്റിസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഹി ഡിവൈഡഡ് ദ ഓർഗാനിസം ഇൻ ടു 5 കിങ്ഡം ബേസ്ഡ് ഓൺ സർട്ടൺ ക്രൈറ്റീരിയ ലൈക്ക് സെൽ ടൈപ്പ്, cell wall, levels of organization, mode of nutrition, and he was also considering. അപ്പോൾ വേറെ എന്തൊക്കെ കൺസിഡർ ചെയ്തു എന്ന് ചോദിച്ചാൽ റീപ്രൊഡക്ഷൻ കൺസിഡർ ചെയ്തിരുന്നു,
അതുപോലെ തന്നെ ഫൈലോജനറ്റിക് റിലേഷൻ. ഫൈലോജനറ്റിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻ. എവല്യൂഷനിൽ ഏതൊരു ഓർഡറിലാണ് ഓർഗാനിസംസ് ഫോം ചെയ്തിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെയാണ് ക്ലാസിഫിക്കേഷനും നടത്തിയിരിക്കുന്നത് മാക്സിമം. സോ ഓൾമോസ്റ്റ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഫൈലോജനറ്റിക് റിലേഷൻ. അപ്പോൾ എവല്യൂഷനിൽ നമ്മൾ എവല്യൂഷൻ ചാപ്റ്റർ ഇനി 12th ഒക്കെ എത്തുമ്പോൾ പഠിക്കുക. അപ്പോൾ അതിൽ ആദ്യം ഇവോൾവ് ചെയ്തു എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നതും ക്ലാസിഫിക്കേഷനിൽ ആദ്യം പ്ലേസ് ചെയ്തിരിക്കുന്നതും യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് തന്നെയാണ്. ദാറ്റ് യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആർ ഇൻക്ലൂഡിങ് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് ആണ് ആദ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവല്യൂഷൻ ചാപ്റ്ററിൽ ആദ്യം വായിക്കും ഫസ്റ്റ് ഇവോൾവ്ഡ് ഈസ് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് അറൌണ്ട് 2 billion years ago ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത് യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് ആണ്, ദാറ്റ് ഈസ് മൊണീറ. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയയാണ് RH വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ RH വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ആ ടേബിൾ NCERT തന്നിട്ടുണ്ട്. ആ ടേബിൾ അതേപോലെ തന്നെ ഒന്ന് പഠിക്കുക. അപ്പോൾ ആ ടേബിൾ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ മൊണീറയിൽ വരുന്നത് ഏതൊക്കെ ക്യാരക്ടേഴ്സാണ്? അപ്പോൾ മൊണീറൻസി കാണുന്നത് പ്രോക്യാരിയോട്സ് തന്നെയാണ്. സോ ഇൻ മൊണീറ യു ക്യാൻ സീ ഇറ്റ് ഇൻക്ലൂഡ് പ്രോക്യാരിയോട്ട്. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോക്യാരിയോട്സ് എല്ലാം തന്നെ വരുന്നത് ഏതിലാണ്? യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ കിങ്ഡം മൊണീറ. ഫസ്റ്റ് ഇവോൾവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ് ഈസ് മൊണീറ. അപ്പോൾ ആദ്യമായിട്ട് ഇവോൾവ് ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ക്ലാസിഫിക്കേഷനിൽ ആദ്യം പ്രോക്യാരിയോട്സിനെ പ്ലേസ് ചെയ്യുന്നത്. ഇനി സെൽ വാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് നോൺ സെല്ലുലോസിക് സെൽ വാൾ. നോൺ സെല്ലുലോസിക് സെൽ വാൾ ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ കേസ് ഓഫ് prokaryote, and in that itself we can tell mainly the cell wall is made up of polysaccharide plus amino acid. അപ്പോൾ ഇതിൻ്റെ സെൽ വാൾ എന്ന് പറയുന്ന മെറ്റീരിയൽ ഏതാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് മെയിനായിട്ടും സെൽ വാളിൽ കാണുന്നത്. അപ്പോൾ ബാക്ടീരിയയിലെല്ലാം സെൽ വാളിൽ കാണുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇഫ് യു ടേക്ക് ദേ ആർ ആബ്സെൻറ്റ്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയിട്ടാണ് വരുന്നത്. ബോഡി ഓർഗനൈസേഷൻ എടുത്താൽ സിംഗിൾ സെൽഡ് ആണ് ബാക്ടീരിയ എല്ലാം. ഇനി ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും കാണപ്പെടുന്നു. അപ്പോൾ ഓട്ടോട്രോഫിക്കിൽ തന്നെ ഏതൊക്കെയാണ് കാണപ്പെടുന്നത്? ഫോട്ടോസിന്തറ്റിക്കും കാണാം, കീമോസിന്തറ്റിക്കും കാണാം. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, അതേപോലെ കീമോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, ഹെട്രോട്രോഫിക് ബാക്ടീരിയയും കാണുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പറയാം, ഹയസ്റ്റ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി, ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, ഇതെല്ലാം കാണുന്ന ഗ്രൂപ്പ് ഏതാണ്? മൊണീറ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണുന്നതും ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് ന്യൂട്രീഷണൽ കാണുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണുന്നതും മൊണീറയിൽ തന്നെയാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എടുക്കാം. സോ ഹിയർ ഇറ്റ് സെൽഫ് യു ക്യാൻ സി ഓട്ടോട്രോഫിക്കിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്. ഹെട്രോട്രോഫിക് എടുത്തു കഴിഞ്ഞാലോ സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനും ന്യൂട്രീഷനും കാണിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഈ പറയുന്ന മൊണീറൻസിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കിങ്ഡം മൊണീറ. ഇനി മൊണീറയിൽ തന്നെ ഒരു എക്സെപ്ഷൻ NCERTയിൽ എഴുതി വെച്ചേക്കുക. ദർ ഈസ് എ മെമ്പർ വിത്തൗട്ട് സെൽ വാൾ, വിച്ച് ഈസ് ദാറ്റ് എക്സെപ്ഷൻ? മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മ എടുത്തു കഴിഞ്ഞാൽ അവിടെ സെൽ വാൾ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണാറുണ്ട്, ഓൾ മെമ്പേഴ്സ് ഓഫ് മൊണീറ കണ്ടെയ്ൻസ് സെൽ വാൾ വിത്തൗട്ട് ആൻ എക്സെപ്ഷൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. മൈക്കോപ്ലാസ്മ ഈസ് ദ സ്മോളസ്റ്റ് സെൽ, ഇറ്റ്സ് എ ബാക്ടീരിയൽ സെൽ, ഇനി അതിൽ സെൽ വാൾ ഈസ് ആബ്സെൻറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൊണീറ. ഇനി പ്രൊട്ടിസ്റ്റ തുടങ്ങി ഫംഗസ് വരെയും പ്രൊട്ടിസ്റ്റ തുടങ്ങി അനിമേലിയ വരെ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദേ ഹാവ് വിച്ച് ടൈപ്പ് ഓഫ് സെൽ? യുക്കാരിയോട്ടിക് സെല്ലാണ് കാണുന്നത്. സോ സെക്കൻഡ് ഇവോൾവ്ഡ് ഈസ് പ്രൊട്ടിസ്റ്റ. എവല്യൂഷനിൽ രണ്ടാമത് ഇവോൾവ് ആയിട്ടുള്ള ഓർഗാനിസമാണ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. ദേ വർ ഓൾസോ യൂണിസെല്ലുലാർ മെമ്പേഴ്സ്. ദെൻ സെൽ വാൾ. എല്ലാവർക്കും സെൽ വാൾ ഒന്നുമില്ല. സെൽ വാൾ ഈസ് പ്രസൻറ്റ് ഇൻ സം മെമ്പർ ആൻഡ് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ സം.
അപ്പോൾ ഏതിലൊക്കെയാണ് പ്രസൻറ്റ് ഏതിലൊക്കെയാണ് ആബ്സെൻ്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ഹിയർ യു ക്യാൻ സീ യൂക്കാരിയോട്ടിക്, ദേ ഹാവ് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇനി ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോട്രോഫിക്കിൽ കീമോ ഓട്ടോട്രോപ്സ് ഇല്ല, പകരം ഫോട്ടോസിന്തറ്റിക് മാത്രമാണ് കാണുന്നത്. ദെൻ ഹെട്രോട്രോഫിക് ഈസ് ഓൾസോ ദർ. ഹെട്രോട്രോഫിക് എടുത്തു കഴിഞ്ഞാൽ സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്, ഹോളോസോയിക് എല്ലാം കാണാവുന്നതാണ്. സോ ദേ ഹാവ് ബോത്ത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്രോട്ടീസിനെ കുറിച്ചും നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇനി ഫംഗസ് എടുത്തു കഴിഞ്ഞാൽ യൂക്കാരിയോട്ടാണ്. ദേ ഹാവ് സെൽ വാൾ, ഇറ്റ് ഈസ് വിത്തൗട്ട് സെല്ലുലോസ്. ഇനി ഫംഗൽ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടാണ്. കൈറ്റിൻ പ്ലസ് പോളിസാക്രൈഡ്, കൈറ്റിൻ മാത്രമല്ല ചില പോളിസാക്രൈഡും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഇവരുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദർ സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് സർട്ടൺ പോളിസാക്രൈഡ് ടുഗദർ. അപ്പോൾ NCERT ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണാം. അപ്പോൾ കൈറ്റിൻ മാത്രം പഠിച്ചു വെക്കരുത്. Chitin along with certain polysaccharide will make the cell wall of fungi. ഇനി nuclear membrane present ആണ്. They have up to tissue level organization. എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഫംഗസ് ഇല്ല എന്നല്ല. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ എഴുതി വെച്ചോ. ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ഉണ്ട്. ഏതാണ്? ഈസ്റ്റ്. ഈസ്റ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഫംഗസ്. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ ഹെട്രോട്രോഫിക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇതിൽ നിന്ന് ചില ബാങ്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അവസാനമായി ആഡ് ചെയ്ത കിങ്ഡം ഏതാണ്? ശരിക്കും 2 കിങ്ഡം കഴിഞ്ഞ് 3 കിങ്ഡം ഉണ്ട്, 4 കിങ്ഡം ഉണ്ട്, പിന്നെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എത്തുമ്പോൾ അവസാനമായി ആഡ് ചെയ്ത കിങ്ഡം എന്ന് പറയുന്നത് ഫംഗൈ തന്നെയാണ്. എല്ലാ മെമ്പേഴ്സും ഹെട്രോട്രോഫിക് ആണ്. അതിൽ മെജോറിറ്റി സാപ്രോഫൈറ്റിക് ആണ്. ദെൻ സം ആർ പാരസൈറ്റ്, ദെൻ സം ആർ സിംബയോട്ടിക് ഓൾസോ. ഇപ്പോൾ 3 ടൈപ്പ് പറയാനുണ്ട്: സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് ആൻഡ് സിംബയോട്ടിക്. അപ്പോൾ സിംബയോട്ടിക്കിൽ തന്നെ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ വെൻ ഐ ആം ഡിസ്കസിങ് ഫംഗൈ. സോ ഇഫ് യു ടേക്ക് സിംബയോട്ടിക് യു ക്യാൻ സീ ദർ ഈസ് മൈക്കോറിസ. സിംബയോട്ടിക് തന്നെ വരുന്നതാണ് മൈക്കോറിസെ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് മൈക്കോറിസെ? ചില ഫംഗസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രീസ്, ഇഫ് യു ടേക്ക് സം ട്രീ, അതിൻ്റെ റൂട്ടിലെല്ലാം കയറി വളരും. ഒരു കോട്ടൺ പോലെ റൂട്ടിൽ കയറി വളരുന്ന ഫംഗസിനെയാണ് മൈക്കോറിസെ എന്ന് പറയുന്നത്. അതങ്ങനെ വളരുന്നത് മാത്രമല്ല, റൂട്ടിനെ ഹെൽപ്പ് ചെയ്യും. ദേ വിൽ ഹെൽപ്പ് ദ റൂട്ട് ടു അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ. അപ്പോൾ ആ ഒരു റൂട്ടിൻ്റെ ചുറ്റും, അപ്പോൾ ഇത് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററും കൂടി ഇപ്പോഴേ പറയാം, പ്ലാന്റ് കിങ്ഡം. അതിൽ പൈനസിൻ്റെ റൂട്ടിൽ ഫംഗസ് വളരുന്നുണ്ട്. പൈനസിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ടിൻ്റെ ചുറ്റും ഫംഗസ് ഒരു കോട്ടൺ ലൈക്ക് ഗ്രോത്ത് കാണിക്കുന്നു. ദാറ്റ് ഹെൽപ്പ് ദ റൂട്ട് ടു അബ്സോർബ് മോർ വാട്ടർ ആൻഡ് മിനറൽസ്. അത് മാത്രമല്ല, ഈ പറയുന്ന റൂട്ടിനെ പാത്തജൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ റിട്ടേൺ ദ ഫംഗസ് വിൽ ബി ഗെറ്റിംഗ് ഫുഡ് ഫ്രം ദ പ്ലാന്റ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു റിലേഷനെയാണ് സിംബയോട്ടിക് റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിംബയോട്ടിക് റിലേഷൻ ഓഫ് ഫംഗസിൻ്റെ ഒരു ഉദാഹരണമാണ് മൈക്കോറിസെ. അപ്പോൾ മൈക്കോറിസെ കാണുന്ന പ്ലാന്റ്സ് ഏതാണ്? അവിടെ എഴുതി വെച്ചോ, അടുത്ത ചാപ്റ്ററിൽ വീണ്ടും വരുന്നുണ്ട്. സോ യു ക്യാൻ റൈറ്റ് ഹിയർ പൈനസ്. സോ ഹിയർ പൈനസ് ദ റൂട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് സം ഫംഗസ്. അപ്പോൾ ആ ഒരു ഫംഗസ് ഈ പറയുന്ന പൈനസിൻ്റെ റൂട്ടിന് കൂടുതൽ വെള്ളവും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പാത്തജൻസിൽ നിന്നും, റൂട്ട് ബോൺ പാത്തജൻസിൽ നിന്നും ഒരു പരിധിവരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരെണ്ണം കൂടിയാണ് ലൈക്കൻസ്. സിംബയോട്ടിക് അസോസിയേഷൻ, അവിടെ ആൽഗയുടെയും ഫംഗസിൻ്റെ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഫംഗയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ പ്ലാന്റ്സ്. ഇപ്പോൾ പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ യുക്കാരിയോട്ടിക് സെല്ലുള്ള, സെല്ലുലോസിക് സെൽ വാളുള്ള, അതേപോലെ തന്നെ ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ വരെയും കാണുന്ന ആ ഒരു ഓർഗാനിസത്തിനെയാണ് പ്ലാന്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഹിയർ യു ക്യാൻ സീ ദേ ആർ ഹാവിങ് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ എക്സെപ്ഷൻസ് ഉണ്ട്, മറക്കണ്ട. ചില പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ പാർഷ്യലി ഹെട്രോട്രോഫിക് ആണ്. പാർഷ്യലി ഹെട്രോട്രോഫിക് പ്ലാന്റ്സ് ഉണ്ട്, ലൈക്ക് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, വീനസ് ഫ്ലൈ ട്രാപ്പ്, യൂട്രിക്കുലേറിയ, അതേപോലെ തന്നെ സൺഡ്യൂ. ഇങ്ങനെയുള്ള പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നുവെങ്കിലും ദേ ക്യാപ്ചർ ഇൻസെക്റ്റ് ആസ് എ സോഴ്സ് ഓഫ് നൈട്രജൻ.
ഇപ്പോൾ പ്ലാന്റ്സിന് അമിനോ ആസിഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ മാത്രം പോരാ, അവർക്ക് നൈട്രജനും കിട്ടണം. അപ്പോൾ ആ നൈട്രജന് വേണ്ടി അവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നൈട്രജന് വേണ്ടി ദേ വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻസെക്റ്റ്. അപ്പോൾ ഈ ഇൻസെക്റ്റിനെ പിടിച്ചാൽ മാത്രമാണ് അതിൽ നിന്നും നൈട്രജൻ ഇവർക്ക് അപ്ടേക്ക് ചെയ്യാൻ പറ്റൂ. നൈട്രജൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആർ പാർഷ്യലി ഹെട്രോട്രോഫിക്. അപ്പോൾ ഒരു എക്സെപ്ഷൻ കിട്ടി, എല്ലാ പ്ലാന്റ്സും ഫോട്ടോസിന്തറ്റിക് ആണെന്ന് പഠിക്കേണ്ട. ചില പ്ലാന്റ്സ് ഹെട്രോട്രോഫിക്കും കൂടിയാണ്. അപ്പോൾ പാരസൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഏതാണ്? പാരസൈറ്റിക് പ്ലാന്റ്സ്. They completely uptake all the nutrients from the host plant. ഏതെങ്കിലും ഒരു പ്ലാന്റിലോ അനിമലിലോ കയറി വളർന്നിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്താൽ പാരസൈറ്റിക് ആണെന്ന് പറയാം. ഇപ്പോൾ പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ് കസ്ക്യൂട്ട. ഇപ്പം ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റ്സ് എടുത്താലും എക്സെപ്ഷൻസ് ഉണ്ട് ഫോട്ടോസിന്തറ്റിക്കിന് എന്ന് ഓർത്തിരിക്കുക. ഇനി കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ, അനിമേലിയ. അപ്പം അനിമേലിയ എടുത്തു കഴിഞ്ഞാൽ അനിമൽസിൽ വരുന്നത് യൂക്കാരിയോട്ടിക് ആണ്. Cell wall should be absent and they have a nuclear membrane. They have up to organ system level of organization. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാലോ ഹോളോസോയിക് ആണ്, സാപ്രോഫൈറ്റിക്കം ആവാം. പാരസൈറ്റിക്കോ ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷനും ഇല്ല. വിത്തൗട്ട് എനി എക്സെപ്ഷൻ ഓൾ ആനിമൽസ് ആർ ഹെറ്ററോട്രോഫിക്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ എക്സെപ്ഷൻസ് ഉണ്ടോ ഇല്ലയോ ഇക്കാര്യങ്ങളൊക്കെയാണ് ഒന്ന് പഠിച്ചു വെക്കേണ്ടത്. അപ്പം എന്നിട്ട് വേണം, അതുപോലെ ചാപ്റ്റർ കണക്ഷൻസും മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോകാൻ. അപ്പം അടുത്ത ടോപ്പിക്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കാൾ വൂസ്. കാൾ വൂസ് ആണ് പിന്നീട് 3 ഡൊമെയിൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അപ്പോൾ ലിവിങ് വേൾഡ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും, കിണ്ടത്തിൻ്റെ മുകളിൽ വരുന്ന, കിണ്ടത്തിൻ്റെ താഴെ ഏതാണ്? ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം. കിണ്ടത്തിൻ്റെ മുകളിൽ വരുന്നൊരു കാറ്റഗറിയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ആണോ? അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എത്ര കിങ്ഡംസ് ആണ് പഠിച്ചത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് കിങ്ഡം Monera, kingdom Protista. Then we were discussing about kingdom Fungi, kingdom Plantae and kingdom Animalia. ഈ 5 കിങ്ഡംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ കാൾ വൂസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ്, ഹി വാസ് ഡിവൈഡിങ് മൊണീറ. മൊണീറേനെ 2 കിങ്ഡംസ് ആയിട്ട് ഈ പറയുന്ന സയൻറ്റിസ്റ്റ് ഡിവൈഡ് ചെയ്തു. ഏത് 2 കിങ്ഡംസ് ആണ് കാൾ വൂസ് ആഡ് ചെയ്തത്? ഹി വാസ് ഡിവൈഡിങ് കിങ്ഡം മൊണീറ ഇൻ ടു ആർക്കെ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. അങ്ങനെ കിങ്ഡം മൊണീറേനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ആർക്കെ ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ ബൈ കാൾ വൂസ്. ഈ ആർക്കെ ബാക്ടീരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഓർഗാനിസത്തിനെ കുറിച്ചാണ്. ഹാലോഫൈൽസ്, മെത്തനോജൻസ്, തെർമോ അസിഡോഫൈൽസ്. സോ ഹിയർ ഹാലോഫൈൽസ് എന്ന് പറയുന്നത് സാൾട്ട് ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ദേ ആർ ഫൗണ്ട് ഇൻ സലൈൻ എൻവയൺമെൻറ്റ്. അതേസമയം മെത്തനോജൻസ് എന്ന് പറയുന്നത് മീത്തേൻ റിലീസിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. സോ ദേ ആർ ഫൗണ്ട് ഇൻ മാർഷി ഏരിയ, ചതുപ്പ് നിലങ്ങളിലും അതേപോലെ കാറ്റിൽസിൻ്റെ ഇൻറ്റസ്റ്റൈൻ, റൂമനിലെല്ലാം കാണുന്ന ഒരു ബാക്ടീരിയ ആണ് മെത്തനോ ബാക്ടർ, മെത്തനോ കോക്കസ് എന്നൊക്കെ പറയുന്നത്. ഈ മെത്തനോജൻസ് എന്ന് പറയുന്നത് മീത്തേൻ റിലീസിങ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ദേ ആർ എസ്പെഷ്യലി ഫൗണ്ട് ഇൻ ദ ഗട്ട് ഓഫ് കാറ്റിൽസ്, പശുക്കളുടെ എല്ലാം ആ ഒരു ഇൻറ്റസ്റ്റൈനിലെല്ലാം കാണുന്നു. സോ ദേ ആർ ഫൗണ്ട് ഇൻ കൗഡങ് ഓൾസോ. ഇനി ബയോഗ്യാസ് പ്ലാന്റുകളിൽ ബയോഗ്യാസ് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൗഡങ് യൂസ് ചെയ്യുന്നു. റീസൺ ഈസ് കൗഡങ് കണ്ടെയ്ൻ ദിസ് മെത്തനോജൻ. അതുകൊണ്ട് തന്നെയാണ് ബയോഗ്യാസ് പ്ലാന്റിൽ മെത്തനോജൻസ് ലൈക്ക് മെത്തനോ ബാക്ടറിനെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബൈ ആഡിങ് കൗഡങ്. സോ പ്ലീസ് റിമെമ്പർ ദേ ആർ ഇൻവോൾവ് ഇൻ ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഇനി തെർമോ അസിഡോഫൈൽസ്, സൾഫർ സ്പ്രിങ്സിലെല്ലാം കാണുന്ന ചില ബാക്ടീരിയ ഉണ്ട്. അവർക്ക് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും.
അതിനെയാണ് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ഇവർ ഹോട്ട് ടെമ്പറേച്ചറിൽ ഗ്രോ ചെയ്യുക മാത്രമല്ല ഈ സൾഫറിനെ സൾഫ്യൂരിക് ആസിഡാക്കി മാറ്റുന്നു. അപ്പോൾ അസിഡിക് എൻവയൺമെൻറ്റിലും അതേപോലെ തന്നെ ഹോട്ട് ടെമ്പറേച്ചറിലും കാണുന്ന ചില ഓർഗാനിസമാണ് തെർമോ അസിഡോഫൈൽ. അപ്പോൾ തെർമോ അസിഡോഫൈലിൻ്റെ ഒരു എക്സാമ്പിളും അവിടെ ഒന്ന് എഴുതി വെച്ചേക്കുക, പിന്നീട് ഉപകരിക്കും. ഇറ്റ്സ് എക്സാമ്പിൾ ഈസ് തെർമസ് അക്വാട്ടിക്കസ്. തെർമസ് അക്വാട്ടിക്കസ് പോലെയുള്ള ചില ബാക്ടീരിയ ഉണ്ട് that you will learn in grade 12. ഇപ്പോൾ ഗ്രേഡ് 12 ഒക്കെ എത്തുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും. തെർമോ അസിഡോഫൈലാണ് ഈ പറയുന്ന തെർമസ് അക്വാട്ടിക്കസ്. നൗ സെക്കൻഡ് ഈസ് യു ബാക്ടീരിയ. അപ്പോൾ ആർക്കെ ബാക്ടീരിയയിൽ വരുന്ന 3 മെമ്പേഴ്സിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തു. ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ദി ഇവോൾവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ് വെൻ ദർ വാസ് നോ ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് ഈ പ്ലാനറ്റിൽ ഇവോൾവ് ചെയ്ത ഓർഗാനിസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലാസിഫിക്കേഷനിൽ ആദ്യം ആർക്കെ ബാക്ടീരിയനെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊണീറേനെ 2 കിങ്ഡംസ് ആയിട്ടാണ് കാൾ വൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കിങ്ഡം 1 ഈസ് ആർക്കെ ബാക്ടീരിയ, കിങ്ഡം 2 ഈസ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ ഈസ് ട്രൂ ബാക്ടീരിയ. അതിൽ തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത് ബാക്ടീരിയനെ കുറിച്ചും സയാനോ ബാക്ടീരിയനെ കുറിച്ചും മൈക്കോപ്ലാസ്മയെ കുറിച്ചും അതേപോലെ ഫിലമെൻറ്റസ് ബാക്ടീരിയ ആയിട്ടുള്ള ആക്ടിനോമൈസിറ്റ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇത്രയും ഓർഗാനിസത്തെ കുറിച്ചാണ് യു ബാക്ടീരിയയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എവല്യൂഷനിൽ രണ്ടാമത് ഇവോൾവ് ചെയ്തത്, അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റിയ സയൻറ്റിസ്റ്റ് ആണ് കാൾ വൂസ്. ഇൻ ദാറ്റ് ദ ഫസ്റ്റ് കിങ്ഡം ഈസ് ആർക്കെ ബാക്ടീരിയ. കിങ്ഡം നമ്പർ 1 ഈസ് ആർക്കെ ബാക്ടീരിയ, കിങ്ഡം നമ്പർ 2 ഈസ് യു ബാക്ടീരിയ. നൗ പ്രൊട്ടിസ്റ്റ become the 3rd kingdom, fungi become 4th, plantae become 5th, and animalia become 6th. Hope you understood. ഇതിൽ തന്നെ ആർക്കെ ബാക്ടീരിയ അപ്പോൾ സിമിലാരിറ്റീസ് ഉള്ള കിണ്ടത്തിനെ ഒരു ഗ്രൂപ്പിലും കൂടി ആക്കുന്നുണ്ട്. അതാണ് ഡൊമെയിൻ. അപ്പോൾ ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഡൊമെയിൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഡൊമെയിൻ ഇറ്റ് സെൽഫ്. കിണ്ടത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു ടാക്സോണമിക് കാറ്റഗറിയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൊമെയിൻ നമ്പർ 1, യു ബാക്ടീരിയ ഈസ് ഡൊമെയിൻ നമ്പർ 2. അതേസമയം എല്ലാ യൂക്യാരിയോട്സിനെയും ഒറ്റ ഡൊമെയിനിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 3rd ഡൊമെയിൻ എന്ന് പറയുന്നത് യുക്യാരിയയാണ്. യുക്യാരിയ ഇൻക്ലൂഡ് ഓൾ ദ യൂക്യാരിയോട്സ്. എല്ലാ യൂക്യാരിയോട്സിനെയും ഒരുമിച്ച് ഒറ്റ ഡൊമെയിനിലാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് യുക്യാരിയ. ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ കണ്ടിന്യൂ. അപ്പോൾ റെലവൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഫ്ലോ ചാർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുമ്പോൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കാൻ വളരെ ഉപകരിക്കും. അപ്പോൾ NCERT ഒത്തിരി പാരഗ്രാഫാണ് പറയുന്നത്, അത് സിംപ്ലിഫൈ ചെയ്ത് ഇതേപോലെ ചെറിയ കീ പോയിൻറ്റ്സ് ആക്കി എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ദെൻ യു ബാക്ടീരിയ. അപ്പോൾ യു ബാക്ടീരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ആക്ടിനോമൈസിറ്റ്സ്. സോ ആഫ്റ്റർ യു ബാക്ടീരിയ ഓൺലി പ്രൊട്ടിസ്റ്റ ഇവോൾവ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രൊട്ടിസ്റ്റേനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവോൾവ് ആയിട്ടുള്ള സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റിനെയാണ് സ്ലൈം മോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സ്ലൈം മോൾസ് വി വിൽ ബി ഡിസ്കസിങ് ഫസ്റ്റ്. ഇപ്പോൾ സ്ലൈം മോൾസ് എടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്നുമാണ് എവല്യൂഷനിൽ ഫംഗസ് ഉണ്ടായെന്ന് പറയുന്നു. അതേപോലെ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് ഉണ്ട്. നൗ വി ആർ റിമൂവിങ് ക്ലമിഡോമോണസും അതുപോലെ ക്ലോറല്ല, ഈ 2 ആൽഗേനെയും പ്ലാന്റ്സിൽ നിന്ന് റിമൂവ് ചെയ്ത് പ്രൊട്ടിസ്റ്റയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ എത്തുമ്പോഴും പഠിക്കും പ്ലാന്റ് കിൻഡത്തിൽ ക്ലമിഡോമോണസിനെയും ക്ലോറല്ലേനെയും കുറിച്ച്. പക്ഷേ പിന്നീട് പഠിക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, അക്കോർഡിംഗ് ടു വിറ്റാക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ ക്ലമിഡോമോണസ് ആൻഡ് ക്ലോറല്ല ഈസ് റിമൂവ്ഡ് ഫ്രം ആൽഗെ. ഗ്രീൻ ആൽഗയിൽ നിന്ന് റിമൂവ് ചെയ്ത് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റിലാണ് പ്ലേസ് ചെയ്തത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ക്ലമിഡോമോണസ് ആൻഡ് ക്ലോറല്ല ഈസ് കറൻ്റ്ലി പ്ലേസ്ഡ് അണ്ടർ പ്രൊട്ടിസ്റ്റ. ദെൻ ദേ ഓൺലി ഗീവ് റൈസ് ടു പ്ലാന്റ്സ്. ഈ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റിൽ നിന്നുമാണ് പ്ലാന്റ്സ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്.
അതേസമയം പ്രോട്ടോസോവൻസ്, ഹെട്രോട്രോഫിക് പ്രോട്ടിസ്റ്റ് അതർ ദാൻ സ്ലൈം മോൾസ് എല്ലാം പ്രോട്ടോസോവൻസിലാണ് വരുന്നത്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമീബോയിഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറോസോവൻ, ഈ 4 കാര്യങ്ങളെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവരിൽ നിന്നുമാണ് ആനിമൽസ് ഇവോൾവ് ആയിട്ടുള്ളത്. ഇത്രയാണ് പ്രൊട്ടിസ്റ്റയിൽ വരുന്നത്. സോ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്, as well as we have to discuss about photosynthetic protists, and we have to discuss about protozoan, which include all heterotrophic protists other than the slime molds. അപ്പോൾ സ്ലൈം മോൾസ് ഒഴിച്ച് ബാക്കി എല്ലാ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളെയും പ്രോട്ടോസോവൻസിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സ്ലൈം മോൾസിൽ നിന്നും ഫംഗസ് ഉണ്ടാകുന്നു എവല്യൂഷനിൽ, ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റിൽ നിന്നുമാണ് പ്ലാന്റ്സ് ഇവോൾവ് ചെയ്യുന്നത്. Then the primitive animals എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ് ആണ്. They only give rise to animalia. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് 6 kingdom classification and 3 domains of classification. In that kingdom number 1 is Archaebacteria, kingdom number 2 is Eubacteria. അപ്പോൾ കാൾ വൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മൊണീറേനെ 2 കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് 5 kingdom 6 kingdom ആവുന്നത്. അതുമാത്രമല്ല ഈ പറയുന്ന 6 kingdomത്തിനെ 3 ഡൊമൈൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്തു. ഡൊമൈൻ നമ്പർ 1 ഇൻക്ലൂഡ് ഓൺലി ആർക്കേബാക്ടീരിയ, ഡൊമൈൻ നമ്പർ 2 ഇൻക്ലൂഡ് യൂബാക്ടീരിയ, ആൻഡ് ഡൊമൈൻ നമ്പർ 3. ഡൊമൈൻ നമ്പർ 3യിലാണ് എല്ലാ യൂക്കാരിയോട്സും വരുന്നത്. ഡൊമൈൻ നമ്പർ 3 ആണ് യുക്കാരിയ. ഡൊമൈൻ നമ്പർ 3 ഈസ് ഇൻക്ലൂഡിങ് യുക്കാരിയ. ഈ ഒരു ഔട്ട്ലൈൻ ആണ് ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ബാക്ടീരിയനെ കുറിച്ചും അതേപോലെ സയാനോ ബാക്ടീരിയനെ കുറിച്ചും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയനെ കുറിച്ച് പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം. ഇപ്പോൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയ എല്ലായിടത്തും കാണുന്നു. ഇറ്റ്സ് ആക്ച്വലി പ്രസൻറ്റ് എവരിവെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, in the soil, deep inside the ocean, even in the hot sulfur springs and all, you can see the bacteria. അപ്പോൾ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ കോക്കസ് എന്നും, കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ വിബ്രിയോ എന്നും, റോഡ് ഷേപ്പ് നീളം കൂടി ഇങ്ങനെ ഇരിക്കുന്ന ബാക്ടീരിയനെ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ റോഡ് ഷേപ്ഡ് ആയിട്ട് കാണുന്നതിനെ ബാസിലസ് എന്നും, അതേപോലെ കോർക്ക് സ്ക്രൂ ഷേപ്പ്, ഒരു സ്ക്രൂ ഷേപ്പ് അല്ലെങ്കിൽ സ്പൈറലി കോയിൽഡ് ആയിട്ട് കാണുന്നതിനെ സ്പൈറില്ല എന്നുമായിട്ടാണ് വിളിക്കുന്നത്. ഇനി ചില ബാക്ടീരിയ മോട്ടൈലാണ്, അങ്ങനെയാണെങ്കിൽ അവരിൽ ഇതേപോലെ ഫ്ലജല്ല കാണാവുന്നതാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് നെയിംസ് ഓഫ് ബാക്ടീരിയ അക്കോർഡിംഗ് ടു ദ ഷേപ്പ്. അപ്പോൾ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ബാക്ടീരിയനെയും, ആരും പേടിക്കേണ്ട, സ്ലൈഡ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അടിയിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അത്യാവശ്യം എഴുതുന്നുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിക്കൂ. അപ്പോൾ എപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എഴുതാൻ നോക്കൂ. ഒരു ഷോർട്ട് നോട്ട്സ് കയ്യിലുള്ളത് നല്ലതാണ്. എപ്പോഴും ക്ലാസ് കഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ റൈറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് മെമ്മറിക്ക് നല്ലതാണ്, എപ്പോഴും ഓർത്തിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴി തന്നെ കുറേ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഫോർമാറ്റിലൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് ഓർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫംഗസ് ഒക്കെ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം അതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ബാക്ടീരിയ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ ഒന്ന് മൈൻഡിലുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഗ്ലൈക്കോകാലിക്സ്, ഉള്ളിലേക്ക് കാണുന്നതാണ് സെൽ വാൾ, അതിൻ്റെ ഉള്ളിലേക്കാണ് സെൽ മെംബ്രെയിൻ കാണുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെൽ ചാപ്റ്റർ എടുക്കുമ്പോൾ പറയാം. ഇതിനെ 3നെ ഒരുമിച്ച് വിളിക്കുന്നതാണ് സെൽ എൻവലപ്പ്. അപ്പോൾ ബാക്ടീരിയൽ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ട്രക്ചർ കാണാം. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ഗ്ലൈക്കോകാലിക്സ്, inner to that cell wall, and there is a cell membrane. ഇതാണ് ഒരു ടിപ്പിക്കൽ ബാക്ടീരിയയുടെ സ്ട്രക്ചർ. ഇനി ആ ബാക്ടീരിയ മോട്ടൈലാണെങ്കിലോ മോട്ടൈലായിട്ടുള്ള ഫോമിൽ മാത്രമാണ് ഫ്ലജല്ല കാണുന്നത്. ഈ ഫ്ലജല്ല ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് ഫ്ലജല്ലിൻ. ഫ്ലജല്ലയുടെ സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക, ഫ്ലജല്ല ഇറ്റ്സ് ഫൗണ്ട് ഓൺലി ഇൻ ദോസ് മെമ്പേഴ്സ് വിച്ച് ആർ മോട്ടൈൽ. അപ്പോൾ മൂവ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയയിൽ മാത്രമാണ് ഫ്ലജല്ല കാണുന്നത്. ഇനി എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി ഇവർ ചില ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്, അതിനെ ഫിംബ്രിയെ എന്നാണ് പറയുന്നത്. ഇനി ജനറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ
ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA കാണാം. അതിൽ തന്നെ കുറേ പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഈ DNA-യും പ്രോട്ടീൻസിനെയും കവർ ചെയ്ത് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ഈ ഒരു ന്യൂക്ലിയസിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ഇനി അതിൽ തന്നെ കാണുന്ന എക്സ്ട്രാ സർക്കുലർ DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പിന്നെ ഏത് ടൈപ്പ് റൈബോസോമാണ് ബാക്ടീരിയയിൽ കാണുന്നത് അത് ഓർത്ത് വെക്കുക. 70S റൈബോസോമുകളാണ് കാണുന്നത്. അപ്പോൾ റൈബോസോമിൻ്റെ ആ ഒരു സൈസിൻ്റെ അടിസ്ഥാനത്തിൽ വി ആർ ഗിവിങ് എ ഗ്രേഡിങ്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്നത് 70S ആണ്. അതിൽ തന്നെ 2 സബ് യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെൽ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. 50S ആൻഡ് 30S ആൻഡ് ടുഗദർ വി വിൽ ബി ഗിവിങ് എ ഗ്രേഡ് ആസ് 70S. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി അവരിൽ കാണുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്. സെൽ മെംബ്രെയിൻ തുടങ്ങി പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് പിലി. സോ ദിസ് ഹെൽപ്പ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇത്രയാണ് ഒരു ബാക്ടീരിയയുടെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒരു ബാക്ടീരിയയുടെ ജനറൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ഒരു സ്ലൈം ലെയർ അല്ലെങ്കിൽ ക്യാപ്സ്യൂളായിട്ട് കാണുന്ന കവറിങ് ആണ് ഗ്ലൈക്കോകാലിക്സ്. അതിൻ്റെ ഉള്ളിലേക്കാണ് സെൽവാൾ വരുന്നത്. ഇനി സെൽവാളിൻ്റെ തൊട്ടകത്തേക്കാണ് സെൽ മെംബ്രെയിനും കാണുന്നത്. ഈ 3 സ്ട്രക്ചറിനെയും ഒരുമിച്ചാണ് സെൽ എൻവലപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി മൊബൈലായിട്ടുള്ള ബാക്ടീരിയ ആണ്, മൂവിങ് ബാക്ടീരിയ ആണെങ്കിൽ അതിലൊരു ഫ്ലജല്ല കാണാവുന്നതാണ്. ഇനി അതിൻ്റെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാലോ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. ഇതിനെ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുന്നത്. ഇനി 70S റൈബോസോമും അതേപോലെ ഫിംബ്രിയയും അതുപോലെ തന്നെ ഈ ഒരു ട്യൂബുലാർ സ്ട്രക്ചറും കാണുന്നു. ഈ ഒരു ട്യൂബുലാർ സ്ട്രക്ചറിനെ പിലി എന്നാണ് വിളിക്കുന്നത്. ഇനി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കോമൺലി അവർ ഡിവൈഡ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ ഈസ് ബൈനറി ഫിഷൻ. എന്താണ് ബൈനറി ഫിഷൻ എന്ന് എല്ലാവർക്കും അറിയാം. ഹിയർ ദ പാരന്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2 ഡോട്ടർ സെൽ. ഒരു പാരന്റ് സെല്ല് 2 ഡോട്ടർ സെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബൈനറി ഫിഷനിൽ ആദ്യം നടക്കുന്നത് എന്താണ്? DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈറ്റോകൈനസിസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ കഴിഞ്ഞ ശേഷം അത് 2 ഡോട്ടർ സെൽസായി മാറുന്നു. അപ്പോൾ ഇതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ എടുക്കുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി, ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി ആൻഡ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് ബൈനറി ഫിഷൻ. ഇനി വളരെ റെയറായിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയയിൽ കാണുന്നത്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഈസ് ബൈ കോൺജുഗേഷൻ. അപ്പോൾ ഈ കോൺജുഗേഷന് വേണ്ടി ബാക്ടീരിയയിൽ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് പിലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺജുഗേഷൻ? ഇപ്പോൾ ഒരു ബാക്ടീരിയ ഇതൊരു പ്ലസ് സ്ട്രെയിൻ ആണെന്ന് വിചാരിക്കുക. ഇവരിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ ഇവിടെയുണ്ട്, പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയ ശേഷം മൈനസ് സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ആണ്, ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള സ്ട്രെയിനിലേക്ക് ഈ പറയുന്ന പ്ലാസ്മിഡിൻ്റെ കോപ്പി കൊടുക്കാൻ വേണ്ടി ഇവർ ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. ഏത്? പിലി ഉപയോഗിച്ചാണ് ഈ പറയുന്ന കോപ്പി അടുത്ത സ്ട്രെയിനിലേക്ക് കൊടുക്കുന്നത്. ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മൈനസ് സ്ട്രെയിൻ എന്ത് ചെയ്യും? പ്ലസ് സ്ട്രെയിൻ്റെ ചില ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. അപ്പോൾ ഈ ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ചിന് വേണ്ടി, അപ്പോൾ ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇല്ലാത്ത ബാക്ടീരിയക്ക് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ഫോർ അറ്റാച്ചിങ് വിത്ത് അനദർ ബാക്ടീരിയ ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇൻ ടു അനദർ ബാക്ടീരിയ, ദേ ആർ യൂസിങ് ദിസ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? പിലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഡയഗ്രാമാണ് നേരത്തെ കാണിച്ചു തന്നത്. എ ട്യൂബുലാർ സ്ട്രക്ചർ, സെൽ മെംബ്രെയിൻ മുതൽ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ട്യൂബുലാർ സ്ട്രക്ചറിനെയാണ് പിലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിലീനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പിലി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ വേറൊരു ബാക്ടീരിയയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതും ഈ പ്ലാസ്മിഡിൻ്റെ കോപ്പി ഉണ്ടാക്കിയ ശേഷം പിലി വഴിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതും. ഇത്രയും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തോ, the new one when it is multiplying, you can see they will be also having this additional DNA. ഇതിനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബ്രീഫപ്പ് ആയിട്ട് കോൺജുഗേഷൻ ഒന്ന് വരച്ച് കാണിക്കാം, പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ജനറ്റിക് മെറ്റീരിയൽ, ഇത് പ്ലാസ്മിഡ്, ഇനി ഇത് മൈനസ് സ്ട്രെയിൻ ആണെന്ന് വിചാരിക്കുക.
അപ്പം മൈനസ് ട്രെയിനിലേക്ക് ഈ പ്ലാസ്മിഡിൻ്റെ കോപ്പി ഇടാൻ വേണ്ടി, അപ്പോൾ പ്ലാസ്മിഡ് ഒരു കോപ്പി ഉണ്ടാക്കിയ ശേഷം അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇവർ അറ്റാച്ച് ചെയ്യുന്ന സ്ട്രക്ചറാണ് പിലി. ഇനി ഈ പറയുന്ന പ്ലാസ്മിഡിൻ്റെ കോപ്പി ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്ത ശേഷം പിലി എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്യും. അപ്പോൾ പിലി ഈസ് എ സ്ട്രക്ചർ ദാറ്റ് ഈസ് യൂസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പിലി. ഈ ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രെയിനിൽ ബൈനറി ഫിഷൻ നടന്നാൽ അവരിലുണ്ടാവുന്ന ഡോട്ടർ സെല്ലുകളെ ഒന്ന് നോക്കുക. ആ ഡോട്ടർ സെല്ലുകളിൽ 2 ജീൻസും കാണാം, 2 പാരൻസിൻ്റെ ജീൻസും കാണാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനെയാണ് കോൺജുഗേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് മെത്തേഡ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ഏറ്റവും പുരാതനമായ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് വെരി റെയർ. നൗ നെക്സ്റ്റ് ഈസ് റിഗാർഡിങ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫർ പിലിക്ക് പകരം ഒരു വൈറസ് ആണ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഡക്ഷൻ്റെ കേസിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് എ ബാക്ടീരിയ. ബാക്ടീരിയയിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഒരു വൈറസ് ഈ പറയുന്ന ബാക്ടീരിയയിൽ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്ത ശേഷം ദ വൈറസ് വിച്ച് അറ്റാക്ക് എ ബാക്ടീരിയൽ സെൽ ഈസ് കോൾഡ് ബാക്ടീരിയോഫേജ്. അറ്റാക്ക് ചെയ്യുമ്പോൾ ജനറ്റിക് മെറ്റീരിയൽ അതിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്ത ശേഷം ഈ സെല്ലിനെ അത് ലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വൈറൽ ജീനോം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ജീനോമിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്ത് അതിൽ നിറയെ വൈറസുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. വൈറസ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് വൈറൽ ഹെഡിലേക്ക് ഈ പറയുന്ന ബാക്ടീരിയൽ ജീനോം അല്ലെങ്കിൽ വൈറൽ ജീനോം അവർ ഇട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഐദർ ദേ ക്യാൻ പുട്ട് വൈറൽ ജീൻസ് ഇൻ ടു ദ വൈറസ് ഓർ ബാക്ടീരിയൽ ജീൻസ്. ഇനി അത് സെല്ല് ബ്രേക്ക് ചെയ്യുന്നു, അടുത്ത സെല്ലിനെ പോയി അറ്റാക്ക് ചെയ്യുന്നു. അടുത്ത സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വൈറസ് ബാക്ടീരിയൽ ജീൻസിനെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സപ്പോസ് ഒരു ബാക്ടീരിയയിൽ നിന്നും വേറൊരു ബാക്ടീരിയയിലേക്ക് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വൈറസ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ NCERTയിൽ ട്രാൻസ്ഡക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്ഡക്ഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. പിലി വഴിയാണ് ജനറ്റിക് മെറ്റീരിയൽ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കോൺജുഗേഷൻ. അതേസമയം ആ ജനറ്റിക് ട്രാൻസ്ഫർ നടത്തുന്നത് ഒരു വൈറസ് ആണെങ്കിൽ ട്രാൻസ്ഡക്ഷൻ. ഇത്രയും ഓർത്തിരിക്കുക. So hope you understood transduction and conjugation. So let's move for the next topic. അപ്പോൾ അടുത്ത ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ബാക്ടീരിയയിൽ കാണുന്ന മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മോസ്റ്റ് കോമൺലി ദേ വിൽ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ ആൻഡ് ദേ ക്യാൻ ഓൾസോ അണ്ടർഗോ വാട്ട് കോൺജുഗേഷൻ ആൻഡ് സംടൈംസ് യു ക്യാൻ സി ട്രാൻസ്ഡക്ഷൻ ഓൾസോ. അപ്പോൾ എന്താണ് ട്രാൻസ്ഡക്ഷൻ എന്ന് മനസ്സിലാക്കുക. ഒരു ബാക്ടീരിയൽ ജീനോം വൈറസിലേക്ക് പോവുകയാണ്. ആ വൈറസ് ആ ജീനോമിനെ വേറെ ബാക്ടീരിയൽ സെല്ലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയാം. നൗ കമ്മിങ് ടു ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയയിൽ കാണുന്ന ന്യൂട്രീഷൻസ് ഏതൊക്കെയാണ്? സോ യു ക്യാൻ സീ ദേ ക്യാൻ ബി ഓട്ടോട്രോപ്സ് ഓർ ഹെട്രോട്രോപ്സ്. അപ്പോൾ ഓട്ടോട്രോപ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ തന്നെ ചില ബാക്ടീരിയയിൽ ഒരു സ്ട്രക്ചർ കാണാം. ആ സ്ട്രക്ചറിൽ പിഗ്മെൻസും ഉണ്ടാവുന്നു. സോ ദ സ്ട്രക്ചർ സ്റ്റോറിങ് ദ പിഗ്മെൻറ്റ്സ് ഇൻ ബാക്ടീരിയ ഈസ് ക്രൊമാറ്റോഫോഴ്സ്. അപ്പോൾ ക്രൊമാറ്റോഫോഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെ പല പിഗ്മെൻറ്റ്സ് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ കാണുന്ന പിഗ്മെൻറ്റ് സ്റ്റോറിങ് സ്ട്രക്ചറാണ് ക്രൊമാറ്റോഫോറുകൾ എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ തന്നെ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ബാക്ടീരിയൽ സെല്ലെടുത്താൽ സെൽ മെംബ്രെയിൻ ഇതുപോലെ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് തന്നെ കുറേ പിഗ്മെൻറ്റ്സ് കാണുന്നു. അപ്പോൾ ഈ ഒരു പിഗ്മെൻറ്റ് സ്റ്റോറിങ് സ്ട്രക്ചറിനെയാണ് ക്രൊമാറ്റോഫോർ എന്ന് വിളിക്കുന്നത്. ക്രൊമാറ്റോഫോഴ്സ് കാണുന്നത് കൂടുതലായിട്ടും ഏത് ബാക്ടീരിയയിലാണ്? ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ മാത്രമാണ്. സോ ലൈക്ക് സം പേർപ്പിൾ ബാക്ടീരിയ, ഗ്രീൻ ബാക്ടീരിയ എക്സെട്ര യു ക്യാൻ സീ ക്രൊമാറ്റോഫോഴ്സ്. ഈ ഒരു ക്രൊമാറ്റോഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ സാധിക്കും. ഈവൻ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സയാനോ ബാക്ടീരിയ. ഇനി കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചില നൈട്രിഫയിങ് ബാക്ടീരിയ, അമോണിഫയിങ് ബാക്ടീരിയ, ഇവരെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ
നൈട്രിഫയിങ് ബാക്ടീരിയ, അവർ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കുന്നു, അമോണിയനെ നൈട്രൈറ്റ് ആക്കുന്നു, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ചില ബാക്ടീരിയ ഉണ്ട്, അവർ കീമോസിന്തറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ വഴി അവർക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻസ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയനെയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൻ്റെ എക്സാമ്പിൾ നൈട്രിഫയിങ് ബാക്ടീരിയ. യു ലേൺ ലൈക്ക് ദാറ്റ്. എക്സാമ്പിൾ ഓഫ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് ഈസ് നൈട്രിഫയിങ് ബാക്ടീരിയ. ഇനി NCERT പറയുന്നുണ്ട് പല മിനറൽസും റീസൈക്കിൾ ചെയ്യാൻ ഇവർ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഏതൊക്കെ മിനറൽസ് ആണെന്നും NCERTയിലൊന്ന് നോക്കി വെക്കുക. വിച്ച് ഓൾ മിനറൽസ് ആർ ആക്ച്വലി റീസൈക്കിൾഡ് ബൈ ദിസ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്? നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ. ദീസ് ആർ റീസൈക്കിൾഡ് ഇൻ ദ സോയിൽ ബൈ ദിസ് ബാക്ടീരിയ. അപ്പോൾ പല മിനറൽസിനെയും സോയിലിൽ റീസൈക്കിൾ ചെയ്യാൻ ഈ കീമോസിന്തറ്റിക് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മെജോറിറ്റി ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ നോക്കിയാൽ ഡീകമ്പോസേഴ്സ് ആണ്. ദേ ആർ ആക്ച്വലി സാപ്രോഫൈറ്റിക് ആൻഡ് ഡീകമ്പോസേഴ്സ്, മെജോറിറ്റി. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണുന്നതും ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണുന്നതും അതേപോലെ തന്നെ മെജോറിറ്റി ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ളതും അതുപോലെ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ അല്ലെങ്കിൽ മുണീർ എടുത്തു കഴിഞ്ഞാൽ ബൈനറി ഫിഷൻ ആണ്. ഇതൊക്കെയാണ് കീ പോയിന്റ്സ് ഓർത്തിരിക്കേണ്ട. ദെൻ കമ്മിങ് ടു സയാനോ ബാക്ടീരിയ. ദെൻ സം ആർ ഹെട്രോട്രോഫിക്. സയാനോ ബാക്ടീരിയക്ക് മുമ്പ് തന്നെ കുറച്ച് ഹെട്രോട്രോഫിക് മെമ്പേഴ്സിനെ കുറിച്ച് പറയാം. ഹെട്രോട്രോഫിക്കിൽ തന്നെ ലാക്ടോബാസിലസ് ഓർത്തിരിക്കുക. വി ആർ യൂസിങ് ഇറ്റ് ഫോർ കേർഡ് മേക്കിംഗ്. ദെൻ സം ബാക്ടീരിയ ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷനും ചില മെമ്പേഴ്സ് സഹായിക്കുന്നു. ദെൻ നൈട്രജൻ ഫിക്സർ, സം ആർ യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസർ. റൈസോബിയം പോലെയുള്ള ബാക്ടീരിയക്ക് നൈട്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. നൈട്രോജിനേസ് എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നൈട്രജനെ, അറ്റ്മോസ്ഫറിക് നൈട്രജനെ അമോണിയാക്കി ഫിക്സ് ചെയ്യാനെല്ലാം സാധിക്കുന്നു. ദെൻ സം ആർ പാത്തജൻ. യു ക്യാൻ സി സം കോസ് ഡിസീസ് ഇൻ us. അപ്പോൾ ആ ഒരു ഡിസീസ് കോസിങ് ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കോളറ ഈസ് കോസ്ഡ് ബൈ which bacteria? Vibrio cholerae. Typhoid is caused by Salmonella typhi. Then tetanus is caused by Clostridium tetani. Then citrus canker. നമ്മൾ ഈ നാരങ്ങയൊക്കെ വാങ്ങുമ്പോൾ അതിൽ ബ്രൗൺ കളർ സ്പോട്ടുകൾ കാണില്ലേ, അതിനെയാണ് സിട്രസ് കാങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉദാഹരണം തന്നിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കാനാണ്. ബാക്ടീരിയ ക്യാൻ ആക്ച്വലി മേക്ക് ഡിസീസ് ഇൻ പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. ഇനി സിട്രസ് കാങ്കർ പ്ലാന്റ്സിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയ സാന്തോമോണസ് സിട്രി. ദെൻ കമ്മിങ് ടു കിങ്ഡം മൊണീറ. ദ ഫൈനൽ പോയിന്റ്സ് വി ഓൾറെഡി സെഡ്. ഇനി ടഫ് കണ്ടീഷനിൽ ബാക്ടീരിയ സ്പോർ ഫോർമേഷൻ നടത്തുന്നുണ്ട്. ആ ഒരു സ്പോർസിനെ കുറിച്ച് ഓർത്തിരിക്കുക, എൻഡോസ്പോർസ്. ഐ സെഡ് മോസ്റ്റ് കോമൺലി ദേ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. അതേപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എടുത്താൽ മോസ്റ്റ് പ്രിമിറ്റീവ് ആണ്, കോൺജുഗേഷൻ ആണ്, പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ യൂസ് ചെയ്താണ്. ഇനി ടഫ് കണ്ടീഷൻസിൽ ഇവരൊരു തിക്ക് വാള് ഫോം ചെയ്യുന്നു, സ്പോർ പ്രൊഡക്ഷനും നടത്തുന്നു. അതിനെ എൻഡോസ്പോർസ് എന്നാണ് പറയുന്നത്. നൗ നെക്സ്റ്റ് ഈസ് അബൌട്ട് സയാനോ ബാക്ടീരിയ. അപ്പോൾ സയാനോ ബാക്ടീരിയനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. സയാനോ ബാക്ടീരിയ ഫസ്റ്റ് ഓർഗാനിസം ടു പെർഫോം ഓക്സിജനിക് ഫോട്ടോസിന്തസിസ്. ആദ്യമായി എവല്യൂഷനിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് നടത്തിയ ഓർഗാനിസമാണ് സയാനോ ബാക്ടീരിയ, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയാം, അവരുടെ കളറിനെ ബേസ് ചെയ്തതുകൊണ്ട് തന്നെ. ഇനി അവരിൽ കാണുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് മെയിൻലി ക്ലോറോഫിൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു ഹയർ പ്ലാന്റ്സ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിന് സിമിലർ ആയിട്ടുള്ള ക്ലോറോഫിൽ എല്ലാം ഈ പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയിൽ കാണുന്നു. ദേ ഓൾസോ ഹാവ് പിഗ്മെൻറ്റ് സ്റ്റോറിംഗ് സ്ട്രക്ചർ കോൾഡ് ക്രൊമാറ്റോഫോർസ്. ദെൻ ദേ ക്യാൻ ബി യൂണിസെല്ലുലാർ. ഈ പറയുന്ന സ്പൈറുലീന പോലെയുള്ള ആ ഒരു ആൽഗെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
Spirulina and all you can see they are unicellular blue-green algae. Cyanobacteria ആണ്, gram negative bacteria ആണ്, root shape ആണ്, അല്ല filamentous shape ആയിട്ടാണ് കാണുന്നത്. ഇതിൽ തന്നെ കാണുന്ന ഒരു യൂണിസെല്ലുലാർ മെമ്പറാണ് സ്പൈറുലീന എന്ന് പറയുന്നത്. വളരെ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡയറ്റ് സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സിംഗിൾ സെൽ പ്രോട്ടീൻ ടാബ്ലറ്റ്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പൈറുലീന. ഇനി അതിൽ തന്നെ കാണുന്ന കൊളോണിയൽ അല്ലെങ്കിൽ ഫിലമെൻ്റസ് ഫോമുകളാണ് നോസ്റ്റോക്ക്, അനബീന, ഓസിലറ്റോറിയ. ഇപ്പോൾ ഈ നോസ്റ്റോക്ക് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഡയഗ്രം ഉണ്ട്, നോസ്റ്റോക്ക് ഒക്കെ കാണാം. ഇപ്പോൾ ഈ ഒരു സയാനോ ബാക്ടീരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം സെല്ലിന് ചുറ്റുമായിട്ട് ഒരു മ്യൂസിലേജിനസ് ഷീത്ത് എല്ലാം കാണുന്നുണ്ട്. സോ ഹിയർ യു ക്യാൻ സീ ദേ ആർ കവേർഡ് ബൈ എ മ്യൂസിലേജിനസ് ഷീത്ത് അല്ലെങ്കിൽ ഒരു ജലാറ്റിനസ് ഷീത്ത്. നമ്മളിപ്പോൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലിപ്പറി, സ്ലൈമി ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ തന്നെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവരിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെട്രോസിസ്റ്റിൻ്റെ അകത്ത് തന്നെയാണ് നൈട്രോജിനേസ് എൻസൈം പ്രസൻ്റ് ആയിട്ടുള്ളത്. നൈട്രോജിനേസ് എൻസൈമിന് അറ്റ്മോസ്ഫറിക് ഡൈനൈട്രജനെ അമോണിയാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. So nitrogenase enzyme can convert atmospheric nitrogen into 2 units of ammonia. അപ്പോൾ ഒരിക്കലും എന്തെന്നാ പ്ലാന്റ്സിന് ഒരിക്കലും അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഡയറക്റ്റ്ലി അപ്ടേക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സോയിലിൽ അവൈലബിൾ ആയിട്ടുള്ള അമോണിയം, നൈട്രേറ്റ് ഇതിനെയൊക്കെയാണ് അപ്ടേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിനെ നമുക്ക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സ്, ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്, അതിൽ ആ ഹെട്രോസിസ്റ്റിൻ്റെ അകത്താണ് നൈട്രോജിനേസ് എൻസൈം കാണപ്പെടുന്നത്. അതിന് അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സർ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ നൈട്രജൻ ഫിക്സിങ് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഇവർ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം ഇതിൽ തന്നെ 2 എക്സാമ്പിളാണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സറിൻ്റെ ഓർത്തിരിക്കേണ്ടത്. മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററായിട്ട് ബന്ധമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നോസ്റ്റോക്കും അനബീനയും. നോസ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ലിവിങ് ആണ്, അതുപോലെ തന്നെ സിംബയോട്ടിക്കുമാണ്. നോസ്റ്റോക്ക് ആസ് വെൽ ആസ് അനബീന ബോത്ത് ആർ ഫ്രീ ലിവിങ് ആസ് വെൽ ആസ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്. അപ്പോൾ സിംബയോട്ടിക്കലി അനബീന കാണുന്നത് എവിടെയാണ്? ഇപ്പോൾ പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ when you are going to read plant kingdom gymnosperm, പ്ലാന്റ് കിങ്ഡം വായിക്കുന്ന സമയത്ത് ജിംനോസ്പേംസിൻ്റെ സൈക്കസ് എന്ന് പറയുന്ന മെമ്പറിൽ കോറലോയിഡ് റൂട്ടുകളെ കുറിച്ച് വായിക്കാൻ സാധ്യതയുണ്ട്. കോറലോയിഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗെ സിംബയോട്ടിക്കലി റൂട്ടിൽ അസോസിയേറ്റ് ചെയ്യുന്നതിനെയാണ് കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കസിൻ്റെ കോറലോയിഡ് റൂട്ടിൽ കാണുന്നത് അനബീന എന്ന് പറയുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ അത് NCERT അനബീന എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ പഠിക്കുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏത് അനബീനയാണ് സൈക്കസിൻ്റെ കോറലോയിഡ് റൂട്ടിൽ കാണുന്നത്? ജനറലി അനബീന തന്നെയാണ് സൈക്കസിൻ്റെ റൂട്ടിൽ സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സിംബയോട്ടിക് എന്ന് പറയാനുള്ള കാരണം ദേ വിൽ ബി ഹെൽപ്പിംഗ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ദേ വിൽ ബി ഗെറ്റിംഗ് ഫുഡ് ഫ്രം ദീസ് പ്ലാന്റ്സ്. സോ then even anabina is found in leaf of azolla. Microbes in human welfare എന്ന് പറയുന്ന ചാപ്റ്റർ 12th എത്തുമ്പോൾ നമ്മൾ വായിക്കാൻ സാധ്യതയുണ്ട്. അവിടെ വായിക്കാവുന്നതാണ് അസോളയുടെ ലീഫിൽ ഈ പറയുന്ന അനബീന വളരുന്നുണ്ട്. ഇറ്റ്സ് എ സിംബയോട്ടിക് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെയാണ് റൈസ് ഫീൽഡിൽ നമ്മൾ അസോള എന്ന് പറയുന്ന ഫേണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ക്യാൻ ഇൻക്രീസ് ദ നൈട്രേറ്റ് കണ്ടന്റ് ഇൻ ദ സോയിൽ. ഈ 2 പോയിന്റ്സ് ആണ് ചില സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധ്യത. ഔട്ടാണെന്ന് പറഞ്ഞ് വിട്ടുകളയും, ഔട്ടല്ല. ഇത് വേറെ ചാപ്റ്ററിൽ എത്തുമ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. അപ്പോൾ കണക്ഷൻ മനസ്സിലാക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അനബീന ആൻഡ് ഇറ്റ്സ് സിംബയോട്ടിക് അസോസിയേഷൻ. ഇനി ആകെ പഠിക്കാനുള്ള ഒരു ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് സയാനോ ബാക്ടീരിയ ആണ് ഓസിലറ്റോറിയ. ഓസിലറ്റോറിയ ഈസ് എ ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് സയാനോ ബാക്ടീരിയ. അപ്പോൾ ഇത്രയാണ് സയാനോ ബാക്ടീരിയയുടെ എക്സാമ്പിൾ. അപ്പോൾ സയാനോ ബാക്ടീരിയ പിഗ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സെയിം ആസ് ഹയർ പ്ലാന്റ്സ് ഓർ ഇറ്റ് ഹാസ് എ ക്ലോറോഫിൽ സിമിലർ ടു ഹയർ പ്ലാന്റ്സ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മയെ കുറിച്ചൊന്ന് പറയാം. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ലിവിങ് സെൽ, ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. ഓർ സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയാണ്. ഇറ്റ്സ് എ ബാക്ടീരിയൽ സെൽ.
പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈക്കോപ്ലാസ്മയിൽ സെൽ വാൾ ഇല്ല. സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് സെൻസിറ്റീവ് ടു പെനിസിലിൻ. ആൻറ്റിബയോട്ടിക് ലൈക്ക് പെൻസിലിൻ ജനറലി ബാക്ടീരിയയുടെ സെൽ വാളാണ് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ചില ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കാണാറുണ്ട് ദ മൈക്കോപ്ലാസ്മ ഈ സെൻസിറ്റീവ് ടു പെൻസിലിൻ. അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവർ ഇൻഡയറക്ട്ലി ചോദിക്കുന്നത് ഇതിൽ സെൽ വാൾ ഉണ്ടോ എന്നാണ്. അപ്പോൾ മൈക്കോപ്ലാസ്മയിൽ സെൽ വാൾ ഇല്ല. അതുകൊണ്ട് തന്നെ പെൻസിലിൻ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ വി കനോട്ട് കിൽ ദം ബിക്കോസ് പെൻസിലിൻ ജനറലി വിൽ ബി ബ്രേക്കിംഗ് ദ സെൽ വാൾ ഓഫ് മൈക്കോപ്ലാസ്മ. ദേ ഡോണ്ട് ഹാവ് സെൽ വാൾ. സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെൻസിലിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ദെൻ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അവർ എയ്റോബിക് ആണെങ്കിൽ പോലും ഓക്സിജൻ്റെ അഭാവത്തിലും അവർക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ടേമാണ് ഫാക്കൾട്ടേറ്റീവ് അനൈറോബ്, പാർട്ട് ടൈം അനൈറോബ്. ഫാക്കൾട്ടേറ്റീവ് അനൈറോബ് ആണ് മൈക്കോപ്ലാസ്മ. ആൻഡ് ദേ ആർ കോസിങ് ഇൻഫെക്ഷൻ നോട്ട് ഓൺലി ഇൻ ആനിമൽസ്, പ്ലാന്റ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിവുണ്ട്. ഇനി അവരിൽ കാണുന്നത് 3 ലെയേർഡ് സെൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈക്കോപ്ലാസ്മയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആദ്യം വരെ വിളിച്ചിരുന്നത് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ്. കാരണം ഇവർ പ്ലൂറൽ ഫ്ലൂയിഡ്, ഇപ്പോൾ 2 സയൻറ്റിസ്റ്റുകൾ ഒത്തിരി നാൾ മുമ്പ് നൊക്കാർഡ് ആൻഡ് റൗസ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ ഈ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചത് ചില കാറ്റിൽസിൻ്റെ പ്ലൂറൽ ഫ്ലൂയിഡിൽ നിന്നാണ്. ന്യൂമോണിയ ബാധിച്ച പല കാറ്റിൽസിൻ്റെയും ലങ്സിലെ ഫ്ലൂയിഡ് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ലങ്സിനെ കവർ ചെയ്യുന്ന ഫ്ലൂയിഡ് നിങ്ങൾക്കറിയാം, ആ ഫ്ലൂയിഡിൽ കണ്ട ഓർഗാനിസമാണ്. ഒരേപോലെ കാണപ്പെട്ടത് കൊണ്ട് തന്നെ ഇവരെ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീടാണ് അവരുടെ പേര് മാറ്റുകയും മൈക്കോപ്ലാസ്മ എന്നാക്കുകയും ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈക്കോപ്ലാസ്മ. Hope you understood this much. Now we are moving for protista. പത്രേ ഉള്ളൂ ബാക്ടീരിയ. അപ്പോൾ ഹയസ്റ്റ് ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് ഓർക്കുക, മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ഓർക്കുക, മെജോറിറ്റി ആർ ഡീകമ്പോസേഴ്സ് എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഓർക്കേണ്ട ചില കാര്യങ്ങളാണ് ദേ ഹാവ് മെജോറിറ്റി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓൺലി ബൈ ബൈനറി ഫിഷൻ. മോസ്റ്റ് കോമൺ മെത്തേഡ് ബൈനറി ഫിഷൻ തന്നെയാണ്. പ്രിമിറ്റീവ് മെത്തേഡ് കോൺജുഗേഷൻ ആണ്. ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ബൈ ദ വൈറസ് ഇൻ എ ബാക്ടീരിയ ഈസ് കോൾഡ് ട്രാൻസ്ഡക്ഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പഠിക്കാൻ വളരെ എളുപ്പമാണ്. നോട്ട്സ് ഇങ്ങനെ കീ പോയിന്റ്സ് ആയിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുക. ഇനി എല്ലാ ബാക്ടീരിയക്കും സെൽ വാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മൈക്കോപ്ലാസ്മ ഈസ് ആൻ എക്സെപ്ഷൻ. ആക്ടിനോമൈസിറ്റ്സ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഫിലമെന്റസ് ആയിട്ടുള്ള ബാക്ടീരിയനെയാണ് ആക്ടിനോമൈസിറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണവും കൂടി പറ്റി എഴുതി വെച്ചേക്കുക, ഫ്രാങ്കിയ. മിനറൽ ന്യൂട്രീഷൻ എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫ്രാങ്കിയ. ഈ വർഷം വന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഫ്രാങ്കിയനെ കുറിച്ച്. സോ പ്രൊട്ടിസ്റ്റ നെക്സ്റ്റ് വി വിൽ ബി ഡിസ്കസിങ്. അപ്പോൾ പ്രൊട്ടിസ്റ്റയിൽ തന്നെ നമ്മുടെ ആ ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ചാർട്ട് ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ലൈം മോൾഡുകളെ കുറിച്ചാണ്. എന്താണ് സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്നത്? അപ്പോൾ സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗസിലാണ് ഇവരെ പ്ലേസ് ചെയ്തിരുന്നത്. ബിക്കോസ് ദേ ഹാവ് മൈസീലിയ, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എക്സെട്ര. പിന്നീട് അവരെ ഫംഗസിൽ നിന്ന് റിമൂവ് ചെയ്ത് അവരെ നേരെ എങ്ങോട്ടാണ് പ്ലേസ് ചെയ്യുന്നത്? ദേ ഹാവ് ബീൻ റിമൂവ്ഡ് ഫ്രം ഫംഗൈ ആൻഡ് ദേ ഹാവ് ബീൻ പ്ലേസ്ഡ് അണ്ടർ പ്രൊട്ടിസ്റ്റ. അപ്പോൾ മൈക്കോളജിസ്റ്റ് ഇവരെ പ്രിമിറ്റീവ് ഫംഗസ് എന്നാണ് വിളിച്ചിരുന്നത്. സ്ലൈം മോൾഡ്സ് were called as primitive fungus. So they are saprophytic protists. കൂടുതലായിട്ടും saprophytes ആണ്. They are growing on dead and decaying matter. Then body moves along decaying twigs ആസ് വെൽ ആസ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഈ പറയുന്ന ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള ചെടികളിൽ കയറി വളരുകയും അതിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള മാറ്റേഴ്സ് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്യൂട്ടബിൾ കണ്ടീഷനിൽ ഇവരുടെ സെല്ലുകളെല്ലാം കൂടിച്ചേർന്ന് ഇവർക്ക് സെൽവാൾ ഇല്ല. ഓർത്തിരിക്കുക, സെൽവാൾ കാണുന്നത് സ്പോറിൽ മാത്രമാണ്. അതിൻ്റെ വെജിറ്റേറ്റീവ് ബോഡി, നോർമൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ സെൽവാൾ ഇല്ല. അതുകൊണ്ടാണ് അവരെ ഫംഗസിൽ നിന്ന് റിമൂവ് ചെയ്ത് പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയത്. സോ ഇവർ സ്യൂട്ടബിൾ കണ്ടീഷൻ, നല്ല ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഇവരുടെ സെല്ലെല്ലാം കൂടിച്ചേർന്ന് ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്യും. ആ ഒരു അഗ്രിഗേഷനെയാണ് പ്ലാസ്മോഡിയം എന്ന് വിളിക്കുന്നത്. ഈ പ്ലാസ്മോഡിയം അൺഫേവറബിൾ കണ്ടീഷനിൽ ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യും. ഇതേപോലെ എല്ലാ സെല്ലുകളും അൺഫേവറബിൾ കണ്ടീഷനിൽ കൂടിച്ചേർന്ന് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചറിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഈ പ്ലാസ്മോഡിയം ഫോം ചെയ്യുന്നത് ഫേവറബിൾ കണ്ടീഷനാണെങ്കിൽ, അൺഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡിയത്തിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ട്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ അവരെന്ത് ഫോം ചെയ്യും?
unfavorable condition inside the fruiting body, they will be forming some spores. ഇതേപോലെ ചെറിയ ചെറിയ സ്പോറുകൾ ഫോം ചെയ്യാൻ തുടങ്ങും, which when falling in the soil again give rise to new organism. ഇതാണ് ഇവരുടെ അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. 3 മെമ്പേഴ്സിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യും: ഡൈനോഫ്ലജെല്ലേറ്റ്സ്, ക്രൈസോഫൈറ്റ്സ് ആൻഡ് യുഗ്ലിനോയിഡ്സ്. അപ്പോൾ ഡൈനോഫ്ലജെല്ലേറ്റ് പേര് പോലെ തന്നെ മനസ്സിലാക്കുക, 2 അൺഈക്വൽ ലാറ്ററൽ ഫ്ലജെല്ല ഉള്ള ഓർഗാനിസം. ഇവരെയാണ് ഡൈനോഫ്ലജെല്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ വാളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി സ്കൾപ്ചേർഡ് ആണ്, എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസൈനിങ് എല്ലാം കാണുന്ന ഒരു സെല്ലുലോസിക് വാൾ പ്ലേറ്റ്സ് ആണ് ഇവരിൽ കാണാവുന്നത്. സോ യു ക്യാൻ സീ ഹിയർ ദേ വിൽ ബി ഹാവിങ് സെല്ലുലോസിക് വാൾ പ്ലേറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ഹൈലി സ്കൾപ്ചേർഡ്. ഒത്തിരി ഡിസൈനിങ് എല്ലാം കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഇവരിൽ വരുന്നത്. ഇനി 2 ഫ്ലജെല്ല കാണാവുന്നതാണ്, one which is transverse and one which is longitudinal. 2 flagella can be observed in them. 2 lateral flagella can be observed in them. That is the reason we can call it as dinoflagellates. 2 വാൾ പ്ലേറ്റ്സിൻ്റെ ഇടയിലായിട്ട് 2 ഫ്ലജെല്ല ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാം. സോ ദേ ആർ മൊബൈൽ. ഇനി ഡൈനോഫ്ലജെല്ലേറ്റ്സിൽ തന്നെ ചില മെമ്പേഴ്സ് റെഡ് ടൈഡ്സ്, ഇപ്പോൾ ഗോണിയോലെക്സ് പോലെയുള്ള ചില മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കടലിൽ ചുവന്ന കളറ് ഫോം ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് ചെങ്കടലിൻ്റെ ആ ഒരു റെഡ് സീൻ്റെ കളർ ഡൈനോഫ്ലജെല്ലേറ്റ് ആണെന്ന് വിചാരിക്കരുത്. അത് ഫോം ചെയ്തത് ചില സയാനോ ബാക്ടീരിയയാണ്, ട്രൈക്കോഡെസ്മിയം അല്ലെന്നുണ്ടെങ്കിൽ ഫയർ ആൽഗെ, ഇങ്ങനെയുള്ള ചില സയാനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗയാണ് റെഡ് സീയുടെ കളർ ഗോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കടലിൽ കാണുന്ന ചില റെഡ് കളർ ടൈഡ്സ്, തിരമാലകൾ കാണാൻ സാധ്യതയുണ്ട്, അത് ഫോം ചെയ്യുന്നതാണ് ഗോണിയോലെക്സ്. ആൻഡ് ദേ റിലീസ് ടോക്സിൻ. ഈ ഗോണിയോലെക്സ് ഈ സമയത്ത് കുറേ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യു ക്യാൻ സീ ദേ ക്യാൻ കിൽ മെറൈൻ ആനിമൽസ്. ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ടു മെറൈൻ ഓർഗാനിസം. അപ്പം ഇത്രയാണ് ഡൈനോഫ്ലജെല്ലേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. സെൽ വാൾ ഓർത്തിരിക്കുക, ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ്. ദേ ഹാവ് 2 ഫ്ലജെല്ല ആൻഡ് ദേ ആർ ഹൈലി സ്കൾപ്ചേർഡ്. ഒത്തിരി ഡിസൈനിങ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരു മെമ്പറാണ് ഗോണിയോലെക്സ്. ദേ ക്യാൻ കോസ് റെഡ് ടൈഡ്സ് ഇൻ ദ സീ. ഇനി പറയാനുള്ളത് ഡൈനോഫ്ലജെല്ലേറ്റ്സ് മെറൈൻ ആണ്. ദേ ആർ മോസ്റ്റ്ലി മെറൈൻ, ഫോട്ടോസിന്തറ്റിക് ആൻഡ് ദർ കളർ വിൽ ബി ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദം. ഇനി ക്രൈസോഫൈറ്റ്സ്. ഇപ്പോൾ ക്രൈസോഫൈറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ദേ ക്യാൻ ബി ഫ്രഷ് വാട്ടർ ഓർ മെറൈൻ, രണ്ടിലും കാണാം. ഫ്രഷ് വാട്ടറിലും കാണാം, മെറൈൻ എൻവയൺമെൻറ്റിലും കാണാവുന്നതാണ്. മൈക്രോസ്കോപ്പിക് ആണ്, വാട്ടർ കറൻസിൽ ഫ്ലോട്ട് ചെയ്യുന്നത് കാണാം. എന്നും പറഞ്ഞവർക്ക് ഫ്ലജെല്ല ഇല്ല, ദേ ഡോണ്ട് ഹാവ് ഫ്ലജെല്ല. ദെൻ മോസ്റ്റ് ഓഫ് ദെം ആർ ഫോട്ടോസിന്തറ്റിക്. ദെൻ ഇൻ ദ ക്രൈസോഫൈറ്റ്സ് ഓൺലി ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ ഡെസ്മിറ്റ്സ് ആർ കമ്മിങ്. ഇതിൽ ഡയാറ്റംസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പേര് പോലെ തന്നെ 2 വാൾ പ്ലേറ്റ്സ് കാണാം. അതൊരു സോപ്പ് ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. ഒരു സോപ്പ് ബോക്സ് അടച്ചു വെക്കുന്നത് പോലെ 2 പ്ലേറ്റ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു സെൽ വാൾ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക വെച്ചിട്ടാണ്. സോ സിലിക്കേഷ്യസ് വാൾ പ്ലേറ്റ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദം. ദേ വിൽ ബി ക്ലോസിങ് ലൈക്ക് ദിസ്. അതുപോലെ അടഞ്ഞിരിക്കുന്നത് കാണാം. ഇനി അതിൽ ഫ്ലജെല്ല ഒന്നും തന്നെ കാണുന്നില്ല. ഇനി മരണശേഷം വെൻ ദേ ആർ ഡൈഡ് യു ക്യാൻ സീ ഈ സിലിക്കേഷ്യസ് പ്ലേറ്റ്സ് എല്ലാം തന്നെ കടലിൻ്റെ അടിയിൽ കിലോമീറ്ററുകളോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കാണാം. ഇതിനെയാണ് ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. ഇവരുടെ ഈ സിലിക്കേഷ്യസ് വാൾ പ്ലേറ്റ്സ് ഫ്രസ്റ്റ്യൂൾസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ മേക്കിംഗ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബ്രിക്സ്. അതുപോലെ തന്നെ ഓയിൽ, സിറപ്പ് ഇതെല്ലാം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പോളിഷിംഗ് പർപ്പസിന് വേണ്ടി ഈ സിലിക്ക യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റുഡിയോയുടെ അകത്തെല്ലാം സൗണ്ട് പ്രൂഫ് വാൾസ് ഫോം ചെയ്യാനും ഈ സിലിക്ക യൂസ് ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് ദി സിലിക്കേഷ്യസ് വാൾ പ്ലേറ്റ്സ്. സോ വാട്ട് ഈസ് ഡയറ്റോമേഷ്യസ് എർത്ത്? ഇനി കടലിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന് പറയുന്നതും ഡയാറ്റംസ് തന്നെയാണ്. So they are the chief producers in the ocean, and on death they are getting deposited under the sea, forming a bed for many kilometers. ഇതിനെയാണ് ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. മരണശേഷം ഇവരുടെ സിലിക്ക ഡെപ്പോസിറ്റ്സിനെയാണ് ഡയറ്റോമേഷ്യസ് എർത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒത്തിരി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവം തന്നെയാണ്. So that's all about diatoms.
ഇത്രയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അത്യാവശ്യം കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി കിങ്ഡം പ്രൊട്ടിസ്റ്റ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് യുഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കുക, 2 ഫ്ലജല്ലുള്ള ഓർഗാനിസമാണ്. ഇവർക്ക് സെൽവാൾ ഇല്ല. സെൽവാളിന് പകരം ഒരു പ്രോട്ടീനേഷ്യസ് കവറിംഗ് ആണ് ഇവരിൽ കാണുന്നത്. അതിനെ പെലിക്കിൾ എന്നാണ് പറയുന്നത്. ഇനി യുഗ്ലീനയുടെ ഒരു ഫ്ലജല്ലയുടെ തൊട്ട് താഴത്ത് തന്നെ 2 ഐസ്പോട്ട് കാണാവുന്നതാണ്. ഈ ഐസ്പോട്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഉള്ള ഡയറക്ഷനിലേക്ക് യുഗ്ലീനെ മൂവ് ചെയ്യുക. സോ ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ്. മെയിൻലി ഫോട്ടോസിന്തറ്റിക് ആണ്. ഇവരിൽ തന്നെ പിഗ്മെൻറ്റ്സ് കാണുന്നു. ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ് ആൻഡ് ദ പിഗ്മെൻറ്റ്സ് ആർ റിസംബ്ലിങ് ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിൽ കാണുന്ന അതേ പിഗ്മെൻറ്റ്സ് തന്നെയാണ് ഈ പറയുന്ന യുഗ്ലിനോയിഡ്സിലും കാണുന്നത്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ, ഇതൊക്കെ തന്നെയാണ് യുഗ്ലിനോയിഡ്സും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എവല്യൂഷനിൽ പ്ലാന്റ്സ് ഇവോൾവ്ഡ് ഫ്രം ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതിലൊരു സിമിലാരിറ്റി ഇവിടെ കാണാം. ദെൻ യുഗ്ലീന ഈസ് ഓൾസോ ഹെട്രോട്രോഫിക് ഇൻ നേച്ചർ. അപ്പോൾ ഓട്ടോട്രോഫിക് മാത്രമല്ല, ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റുള്ള ഓർഗാനിസത്തിനെ പിടിച്ച് കഴിക്കുക. ദേ ആർ ഗോയിങ് ഫോർ പ്രിഡേഷൻ. അപ്പോൾ ഹെട്രോട്രോഫിക്കും കൂടിയാണ്. സോ ഇറ്റ്സ് എ മിക്സോട്രോപ്പ്. അപ്പോൾ ഓട്ടോട്രോഫിക് ആണ് ലൈറ്റ് ഉള്ള സമയത്ത്, അല്ല എങ്കിൽ ഹെട്രോട്രോഫിക് ആണ്. അപ്പോൾ അതിനൊരു മിക്സോട്രോപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്ത ഡൈനോഫ്ലജല്ലേറ്റ് മെറൈൻ ആയിരുന്നു. ഡയാറ്റംസ്, ഡെസ്മിറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടറും മെറൈനും ആയിരുന്നു. യുഗ്ലിനോയിഡ്സ് കൂടുതലും കാണുന്നത് ഫ്രഷ് വാട്ടറിലാണ്. അതും ഒഴുകുന്ന ആ ഒരു വെള്ളത്തിലല്ല കാണുന്നത്. ഇറ്റ്സ് ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. സോ ഒഴുക്കില്ലാത്ത വെള്ളത്തിലായിരിക്കും യുഗ്ലിനോയിഡ്സിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യുഗ്ലിനോയിഡ്സിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റിൽ 3 ഓർഗാനിസത്തെയാണ് ഡിസ്കസ് ചെയ്തത്. വൺ ഈസ് ഡൈനോഫ്ലജല്ലേറ്റ്സ്, സെക്കൻഡ് ഈസ് ക്രൈസോഫൈറ്റ്സ് ആൻഡ് ദ തേർഡ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് യുഗ്ലിനോയിഡ്സ്. Next is about kingdom protista. So kingdom protista പ്രോട്ടോസോവൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 പ്രോട്ടോസോവൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 1 അമീബോയിഡ് പ്രോട്ടോസോവൻ, 2 ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, 3 സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, 4 സ്പോറോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമീബ. അപ്പോൾ അമീബ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്, അത് ഫുഡ് ക്യാപ്ചറിന് വേണ്ടി ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ആക്ച്വലി സ്യൂഡോപോഡിയ. ആ ഒരു എൻഗൾഫ് ചെയ്ത്, അപ്പോൾ ആ ഒരു സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ്. അത് യൂസ് ചെയ്താണ് ഫുഡ് ക്യാപ്ചർ നടത്തുന്നത്, അതേപോലെ ലോക്കോമോഷൻ നടത്തുന്നതും. ദേ ഹാവ് ആൻ അമീബോയിഡ് മൂവ്മെൻറ്റ് ആൻഡ് ദേ ഹെൽപ്പ് ദിസ് യൂസ് ദിസ് സ്യൂഡോപോഡിയ ഫോർ ഫുഡ് ക്യാപ്ചർ ആൻഡ് ലോക്കോമോഷൻ. ഇതിൽ തന്നെ just remember they are found in fresh water, sea water or moist soil. And pseudopodia you should remember. ഇതിൽ തന്നെ മെറൈൻ ഫോംസിൽ സിലിക്ക ഷെൽസ് കാണുന്നു. മെറൈൻ ഫോംസിൽ സിലിക്കേഷ്യസ് ഷെൽസ് കാണുന്നു. ഇനി അമീബ എടുത്തു കഴിഞ്ഞാൽ 2 ന്യൂട്രീഷൻ പറയാം. ഹോളോസോയിക്കും ഉണ്ട്, പാരസൈറ്റിക്കും ഉണ്ട്. അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്ന ഫോം എല്ലാം തന്നെ പാരസൈറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. അപ്പോൾ ഇതേപോലെ ലോങ് ഫ്ലജല്ലേ ഉള്ള ഒരു പ്രോട്ടോസോവനാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ. അപ്പോൾ അവരിൽ കാണുന്നത് ഒരു ലോങ് ഫ്ലജല്ലയാണ്. മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ്. പേഴ്സൺ ഓൾവേസ് ഫീൽ വെരി സ്ലീപ്പി. സോ ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ട്രിപ്പാനോസോമ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, ട്രിപ്പാനോസോമ, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്. ഇനി പാരമീസിയം എല്ലാം എടുത്തു കഴിഞ്ഞാലോ ഈ പറയുന്ന സ്ലിപ്പറിൻ്റെ പോലെ ഒരു ഷേപ്പുള്ള ഓർഗാനിസമാണ്. സെല്ലിൻ്റെ ചുറ്റും തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഹെയർസ് കാണാം. ദാറ്റ് ഈസ് സീലിയ. അപ്പോൾ ഈ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ്റെ എക്സാമ്പിളാണ് പാരമീസിയം. പാരമീസിയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഓർത്തിരിക്കുക, ഈ സീലിയ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അത് ഫുഡ് ക്യാപ്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു സ്ട്രക്ചർ ഉണ്ട്. So for food capture they will be using the gullet. Gullet എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഈ പറയുന്ന പാരമീസിയത്തിൽ കാണുന്നുണ്ട്. ആ ഗള്ളറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഫുഡ് ക്യാപ്ചർ നടത്തുന്നത്. അപ്പോൾ ഗള്ളറ്റ് ഈസ് ഓൾസോ ലൈൻഡ് ബൈ വാട്ട്? സീലിയ. ഗള്ളറ്റും സീലിയ തന്നെയാണ് ലൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതൊന്ന് നോക്കുക, ഈ ഒരു സ്ട്രക്ചർ. ഇതിൽ തന്നെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു സ്ട്രക്ചർ കാണാം, അതാണ് ഗള്ളറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗള്ളറ്റിൻ്റെ അകത്തും ഇതേപോലെ സീലിയ കാണുന്നുണ്ട്. ദിസ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ വിഡ്രോയിങ് ഫുഡ് ഇൻ ടു ദ സെൽ. അപ്പോൾ സെല്ലിൻ്റെ അകത്തേക്ക് ഫുഡിനെ വലിക്കാൻ വേണ്ടി ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡ്യുവൽ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസമാണ്, 2 ന്യൂക്ലിയസ് ആണ് ഇവർക്കുള്ളത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദർ ഈസ് എ മാക്രോ ന്യൂക്ലിയസ് ആൻഡ് മൈക്രോ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ് അതിൻ്റെ ജനറ്റിക് കൺട്രോൾ ഏറ്റെടുക്കുമെങ്കിലും ഒരു ന്യൂക്ലിയസ് ആയിരിക്കും സെല്ലിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ 2 ന്യൂക്ലിയസ് ഉള്ള ഒരു ഓർഗാനിസമാണ് പാരമീസിയം, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. ഇനി സ്പോർ ലൈക്ക് സ്റ്റേജ് ലൈഫിൽ കാണിക്കുന്ന പ്രോട്ടോസോവൻസിനെയാണ് സ്പോറോസോവൻസ് എന്ന് വിളിക്കുന്നത്. അതിൽ വരുന്നതാണ് പ്ലാസ്മോഡിയം എല്ലാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എല്ലാം 12th എത്തുമ്പോൾ പഠിക്കും. സ്പോറോസോയിറ്റ്, മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം വൈവാക്സ് ഫാൽസിപാറം, ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവർ ലൈഫിൽ സ്പോർ പ്രൊഡ്യൂസിങ് സ്റ്റേജ് ഫോം ചെയ്യുന്നുണ്ട്. So here you can see there is plasmodium, which is a malarial parasite, plasmodium vivax, plasmodium falciparum. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ or plasmodium malariae, the one which is causing malaria, ഇതിലെല്ലാം ഒരു സ്പോർ പ്രൊഡ്യൂസിങ് സ്റ്റേജ് കാണാം. ദാറ്റ് ഈസ് ദ റീസൺ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്പോറോസോവൻസ്. അപ്പം ഇത്രയാണ് പ്രൊട്ടിസ്റ്റേനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു എപ്പോഴും അതിൻ്റെ ആ ഒരു ഹെഡിങ്, അതേപോലെ ഏതെങ്കിലും സ്പെക്യുലിയർ സ്ട്രക്ചർ, എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു 1 ലൈൻ എഴുതി വെച്ചാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. Mycoplasma and PPLOS, it is same. Then now let's start with fungi. അപ്പോൾ ഫംഗൈ പഠിക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ഫംഗസിനെ കുറിച്ച് ഓർത്തിരിക്കാം, അതിനുവേണ്ടിയാണ് ഇതേപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റഡി ഓഫ് ഫംഗസിനെയാണ് മൈക്കോളജി എന്ന് പറയുന്നത്. സോ സ്റ്റഡി ഓഫ് ഫംഗസ് ഓൺലി വി കോൾ ഇറ്റ് ആസ് മൈക്കോളജി. ഇനി ഫംഗൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫംഗസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോട്ടൺ ലൈക്ക് ത്രെഡ് പോലെ കുറേ ഗ്രോ ചെയ്യുന്നത് കാണാം. ആ ഒരു സ്ട്രക്ചറിനെയാണ് മൈസീലിയം എന്ന് വിളിക്കുന്നത്. ഇനി മൈസീലിയത്തിൻ്റെ ബ്രാഞ്ചസിനെയാണ് എന്ത് പറയുന്നത്, ഹൈഫേ എന്ന് പറയുന്നത്. ദെൻ ഫംഗൽ സ്ട്രക്ചർ ഇഫ് യു ടേക്ക് സെൽ വാൾ ഓഫ് ഫംഗൈ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ഇപ്പോൾ ഫംഗൽ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ പോലെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. അതുമാത്രമല്ല അതിൻ്റെ ഒപ്പം വേറെ പല കാർബോഹൈഡ്രേറ്റും കാണാം. കൈറ്റിൻ പ്ലസ് സം പോളിസാക്രൈഡ് ടുഗദർ വിൽ ബി ഫോമിംഗ് ദ ഫംഗൽ സെൽ വാൾ. ഇനി ഫംഗസിൽ കാണുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ 3 ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. മെജോറിറ്റി ഓഫ് ദ ഫംഗസ് ഈസ് ഡീകമ്പോസേഴ്സ്, സാപ്രോഫൈറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. They will be growing on dead and decaying matter. Then majority are decomposers also. Then second you can see they are parasite. ഇപ്പോൾ ഫംഗസ് പാരസൈറ്റ് ആയിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിൽ തന്നെ റിംഗ് വാം ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ഫംഗസ് ആണ്. പ്ലാന്റ്സിലും പല ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിലവരെടുത്തു കഴിഞ്ഞാൽ സിംബയോട്ടിക് ആയിട്ടും കാണുന്നു. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു. മൈക്കോറിസ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലൈക്കൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സിംബയോസിസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കാണുന്ന ന്യൂട്രീഷൻ. ഇനി ഹൈഫേ എടുത്തു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഹൈഫയാണ് വരുന്നത്. അപ്പോൾ ഫംഗസിനെ നമുക്ക് 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് മൈസീലിയം. മൈസീലിയത്തിൻ്റെ മോർഫോളജി വെച്ചിട്ടാണ് ഈ പറയുന്ന ഫംഗസിനെ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഫൈക്കോമൈസിറ്റ്സ്, സെക്കൻഡ് ഈസ് ആസ്കോമൈസിറ്റ്സ്, തേർഡ് ഈസ് ബെസീഡിയോമൈസിറ്റ്സ്, ഫോർത്ത് ഈസ് ഡ്യൂട്രോമൈസിറ്റ്സ്. ഇതിൽ ഫൈക്കോമൈസിറ്റ്സിനെ വിളിക്കുന്നത് ആൽഗൽ ഫംഗൈ അല്ലെങ്കിൽ കോൺജുഗേഷൻ ഫംഗസ് എന്നാണ്. ഇപ്പോൾ ഈ ഒരു ഫംഗസിൻ്റെ സ്ട്രക്ചർ, ഹൈഫയുടെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ കാണാം. ഹൈലി ബ്രാഞ്ച്ഡ് ആയിരിക്കും. നോട്ട് ഓൺലി ദേ ആർ ഹൈലി ബ്രാഞ്ച്, യു ക്യാൻ സീ ദേ ആർ സീനോസൈറ്റിക്. ഒത്തിരി ന്യൂക്ലിയസ് കാണാം. ഈ ന്യൂക്ലിയസ് ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ദേ വിൽ നോട്ട് ബി ഹാവിങ് സെപ്റ്റ, ക്രോസ് വാൾസ് ഇല്ല.
അപ്പോൾ ഇതേപോലെ ക്രോസ് വാൾസ് ഇല്ലാത്ത ഹൈഫേനെയാണ് അസെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. അപ്പോൾ അസെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഹാവിങ് എനി ക്രോസ് വാൾ ആൻഡ് ഇറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് അസെപ്റ്റേറ്റ്. ഇനി ഒത്തിരി ന്യൂക്ലിയസ് വരുമ്പോൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ് സീനോസൈറ്റിക് എന്ന് പറയുന്നത്. സോ സീനോസൈറ്റിക് ആൻഡ് അസെപ്റ്റേറ്റ് ഹൈഫേ ഈസ് ഒബ്സർവ്ഡ് ഇൻ ഫൈക്കോമൈസിറ്റ്സ്. അതേസമയം ബാക്കി 3 ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആസ്കോ, ബെസീഡിയോ ആൻഡ് ഡ്യൂട്രോ. ഇപ്പോൾ ഈ ഒരു ഫംഗൽ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഹൈഫയിൽ ഇതേപോലെ തന്നെ ഒത്തിരി ക്രോസ് വാൾസ് കാണാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ക്രോസ് വാൾസ് ഉണ്ടെങ്കിൽ അതിനെ സെപ്റ്റേറ്റ് ഹൈഫേ എന്നാണ് പറയുന്നത്. സോ ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫേ ഈസ് ഒബ്സർവ്ഡ് ഇൻ ആസ്കോമൈസിറ്റ്സ്, ബെസീഡിയോമൈസിറ്റ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസിറ്റ്സ്. അപ്പോൾ ആസ്കോമൈസിറ്റ്സിനെ വിളിക്കുന്ന ഒരു പേരാണ് സാക് ഫംഗൈ, ബെസീഡിയോമൈസിറ്റ്സിനെ വിളിക്കുന്നത് ക്ലബ് ഫംഗൈ ആൻഡ് ഡ്യൂട്രോമൈസിറ്റ്സ് ഈസ് ഓൾസോ കോൾഡ് ഇംപെർഫെക്റ്റ് ഫംഗൈ. So these are the different groups of fungi based on the structure of mycelia, the morphology of mycelia. ഇനി ഇത് കാണുന്നത് എവിടെയാണ്? ഇപ്പോൾ ഫൈക്കോമൈസിറ്റ്സിൻ്റെ കേസിൽ അക്വാട്ടിക്, മോയിസ്റ്റ്, സോയിൽ എക്സെട്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെസീഡിയോമൈസിറ്റ്സ് ഇൻ സോയിൽ, ട്രീ സ്റ്റെം, ലോഗ് എക്സെട്ര. ഇനി അവരിൽ കാണുന്ന മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ജനറലി ഇപ്പോൾ ലിവിങ് വേൾഡിലാണെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്. ജനറലി ദ ഫംഗൈ മൈക്കോപ്ലാസ്മ ആൻഡ് PPLO both are same only. then കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ട് കുറച്ച്, അത് സെൽ ചാപ്റ്റർ എത്തുമ്പോൾ പറയും. ഇപ്പോൾ ഈ തന്നേക്കുന്ന മിനിറ്റിൽ ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് എത്തിക്കട്ടെ. നിഹാൽ അക്കു. സോ നൗ യു ലിസൺ. നൗ ഹിയർ യു ക്യാൻ സീ ഫ്രാഗ്മെൻറ്റേഷൻ. എല്ലാ ഫിലമെൻറ്റസ് ഫംഗയിലും ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നു. നിങ്ങൾക്കറിയാം എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗൽ ഹൈഫേ ദേ വിൽ ബി സ്പ്ലിറ്റിംഗ് ഇൻ ടു മെനി പീസസ്. ഇത് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോ ഫ്രാഗ്മെൻറ്റ്സ് ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി ആസ്കോമൈസിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസും വരുന്നുണ്ട്. അവിടെ ബൈനറി ഫിഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ബഡ്ഡിംഗ് ആണ് നടക്കുന്നത്. രണ്ടും കാണുന്നുണ്ട്. ദേ ക്യാൻ ആക്ച്വലി റീപ്രൊഡ്യൂസ് ബൈ ബഡ്ഡിംഗ് ഓർ ബൈനറി ഫിഷൻ. ബഡ്ഡിംഗ് ഈസ്റ്റ് ഉണ്ട്, ഫിഷൻ ഈസ്റ്റും ഉണ്ട്. സോ ബഡ്ഡിംഗ് ഈസ്റ്റ് വിൽ ജനറലി അണ്ടർഗോ ബഡ്ഡിംഗ് ഓൺലി. സോ ദീസ് ആർ ദ അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ആസ്കോമൈസിറ്റ്സ്. അപ്പോൾ എല്ലാവരിലും ഫ്രാഗ്മെൻറ്റേഷൻ കാണുന്നു. ആസ്കോമൈസിറ്റ്സിലെ യൂണിസെല്ലുലാർ ഫംഗസ് ആയിട്ടുള്ള ഈസ്റ്റിൽ ഫിഷൻ അല്ലെങ്കിൽ ബഡ്ഡിംഗ് കാണാവുന്നതാണ്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്പോർ ഫോമേഷനും കൂടി പറയാവുന്നതാണ്. ഇപ്പോൾ സ്പോർ ഫോമേഷനിൽ മെയിനായിട്ടും 2 ടൈപ്പ് സ്പോർസ് ആണ് പറയാനുള്ളത്, എൻഡോജീനസ് ആസ് വെൽ ആസ് എക്സോജീനസ്. അപ്പോൾ ഇതിൽ കാണുന്ന എൻഡോജീനസ് സ്പോർസ് ഏതെല്ലാം? So here let me speak about the endogenous and exogenous asexual spore. ഇപ്പോൾ സ്പോർസ് എടുത്തു കഴിഞ്ഞാൽ 2 ടൈപ്പ് സ്പോറാണ് വരുന്നത്. ഒന്ന് എൻഡോജീനസ്, ഹൈഫയുടെ ഉള്ളിൽ തന്നെ ഫോം ചെയ്യുന്ന സ്പോറുകൾ. ദെൻ സെക്കൻഡ് വൺ ഈസ് എക്സോജീനസ്, ഹൈഫയുടെ പുറത്തേക്ക് ഫോം ചെയ്യുന്ന സ്പോറുകൾ. പെൻഡോജീനസ് സ്പോർസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ മോട്ടൈൽ സ്പോർസ് കാണാം. മോട്ടൈൽ സ്പോർസിൻ്റെ എക്സാമ്പിളാണ് സൂസ്പോർ. Zoospores you can see like this. Inside the sporangia they will be having flagella, but if they are non-motile ആയിട്ടുള്ള സ്പോറുകളെ പറയുന്നതാണ് അപ്ലാനോസ്പോർസ്. എൻഡോജീനസ് ആണ്, എന്നാൽ തന്നെ സ്പൊറാഞ്ചിയയിൽ കാണുന്ന നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകളെയാണ് അപ്ലാനോസ്പോർ എന്ന് വിളിക്കുന്നത്. ഇനി എക്സോജീനസ്, ഹൈഫയുടെ പുറത്തേക്ക് ഫോം ചെയ്യുന്ന, ഇപ്പോൾ ഹൈഫയിൽ തന്നെ ഇതുപോലെ ആസ്പെർഗില്ലസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില സ്പോറുകൾ പുറത്തേക്കാണ് ഫോം ചെയ്യുന്നത്. ഈ സ്പോറുകളെ എക്സോജീനസ്ലി പ്രൊഡ്യൂസ് സ്പോർ ഈസ് ആക്ച്വലി കോൾഡ് ആസ് കൊണിഡിയോസ്പോർസ്. ഇനി അത് ഹോൾഡ് ചെയ്യുന്ന ഹൈഫേനെ വിളിക്കുന്നതാണ് കൊണിഡിയോഫോർ. സോ ദീസ് ആർ എക്സോജീനസ് ആൻഡ് എൻഡോജീനസ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെ സ്പോറാണ് വരുന്നതെന്നൊന്ന് നോക്കുക. അസെക്ഷൽ സ്പോർ എടുത്തു കഴിഞ്ഞാൽ ഫൈക്കോമൈസിറ്റ്സിൽ വരുന്നത് അപ്ലാനോസ്പോറും സൂസ്പോറുമാണ്.
അതേസമയം ആസ്കോമൈസിറ്റ്സിലും ഡ്യൂട്രോമൈസിറ്റ്സിലും വരുന്നത് എക്സോജീനസ് നോൺ മോട്ടൈൽ ആയിട്ടുള്ള കൊണീഡിയോ സ്പോറാണ്. ബസീഡിയോമൈസിറ്റ്സിൽ അസെക്ഷൽ സ്പോറുകൾ ഇല്ല. ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരിക്കലും ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ പേര് വെച്ച് ചോദിക്കാൻ സാധ്യതയില്ല, എക്സാമ്പിൾസ് വെച്ചായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ടേബിൾ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ടേബിൾ വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു 10-25 ക്വസ്റ്റ്യനോളം എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടെൽ എ സ്റ്റേറ്റ്മെൻറ്റ്, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമെന്ന് വിചാരിക്കുക, റൈസോപ്പസ് കണ്ടെയ്ൻ എക്സോജീനസ് അസെക്ഷൽ സ്പോർ. അത് കറക്റ്റാണോ? അപ്പോൾ റൈസോപ്പസ് ഏതിലാണ് വരുന്നത്? ഫൈക്കോമൈസിറ്റ്സിലാണ്. അതിൽ കാണുന്ന 2 സ്പോറും എങ്ങനെയാണ്? എൻഡോജീനസ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതേപോലെ ടേബിൾ ഫോർമാറ്റിലാക്കിയിട്ട് കമ്പാരിസൺ സ്റ്റഡി ഫംഗസിൽ നടത്തണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു ഡു ഇറ്റ്. ദെൻ സെക്ഷുവൽ സ്പോർസ്, ഇഫ് യു ആർ ടേക്കിംഗ് മെയിൻലി ഫൈക്കോമൈസിറ്റ്സ്, യു ക്യാൻ സി സൈഗോസ്പോർ. ഫൈക്കോമൈസിറ്റ്സിൽ കാണുന്നത് സൈഗോസ്പോർ ആണ്. അതേപോലെ തന്നെ ആസ്കോമൈസിറ്റ്സിൽ കാണുന്നത് ആസ്കോസ്പോർ ആണ്. അപ്പോൾ ഇതൊക്കെ എക്സോ ആണോ എൻഡോ ആണോ എന്നും കൂടി പഠിച്ചു വെക്കുക. ബസീഡിയോമൈസിറ്റ്സിൽ കാണുന്നത് ബസീഡിയോസ്പോർ ആണ്. ഇനി ഡ്യൂട്രോമൈസിറ്റ്സിൽ സെക്ഷുവൽ സ്പോറുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഡ്യൂട്രോമൈസിറ്റ്സിനെ ഇംപെർഫെക്റ്റ് ഫംഗ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് അവർ ഒരു ഫംഗസിൽ പോലും, ഡ്യൂട്രോമൈസിറ്റ്സിൽ ഒറ്റ ഫംഗസിൽ പോലും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കണ്ടിരുന്നില്ല. പിന്നീട് കാണാൻ തുടങ്ങിയപ്പോൾ ആ മെമ്പേഴ്സിനെ എല്ലാം ഡ്യൂട്രോമൈസിറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്യുകയും ബസീഡിയോമൈസിറ്റ്സിലേക്കും ആസ്കോമൈസിറ്റ്സിലേക്കും ആഡ് ചെയ്യുകയുമാണ് ചെയ്തത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡ്യൂട്രോമൈസിറ്റ്സ്. അപ്പോൾ ഡ്യൂട്രോമൈസിറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, മെജോറിറ്റി ഓഫ് ദ ഡ്യൂട്രോമൈസിറ്റ്സ് മെമ്പേഴ്സ് ആർ സാപ്രോഫൈറ്റിക് ആൻഡ് ഡീകമ്പോസേഴ്സ് and they generally reproduce by asexual spores called conidiospores. Then largest group of fungus എന്ന് പറയുന്നത് ആസ്കോമൈസിറ്റ്സ് ആണ്. ഇനി ആസ്കോമൈസിറ്റ്സിൻ്റെയും ബാക്കി എല്ലാ ഫംഗസ് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കുക. സോ ഹിയർ ഫൈക്കോമൈസിറ്റ്സ് എക്സാമ്പിൾസ് ആർ റൈസോപ്പസ്. ബ്രെഡിലെല്ലാം കാണുന്ന ഫംഗസ് ആണ് റൈസോപ്പസ്. ബ്ലാക്ക് കളറിൽ ഗ്രോ ചെയ്യുന്ന ഫംഗസ് ആണ് മ്യൂക്കർ. ഇനി മസ്റ്റാർഡ് ലീഫ് എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു ടേക്ക് ദ മസ്റ്റാർഡ് ലീഫ് യു ക്യാൻ സീ ഓൺ ദാറ്റ് വൈറ്റ് കളേർഡ് സ്പോട്ട്സ് ആർ ഫോം. ഇപ്പോൾ മസ്റ്റാർഡിൻ്റെ ഒരു ലീഫ് എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ ഇങ്ങനെ സ്പോട്ട് ഫോം ചെയ്യുന്നുണ്ട്. അത് കോസ് ചെയ്യുന്നത് ഒരു ഫൈക്കോമൈസിറ്റ്സ് ഫംഗസ് ആയ ആൽബുഗോയാണ്. സോ ആൽബുഗോ വിൽ ബി കോസിങ് ദ വൈറ്റ് സ്പോട്ട് ഇൻ ദ മസ്റ്റാർഡ് ലീഫ് ആൻഡ് ഓൾ. ഇനി ആസ്കോമൈസിറ്റ്സിലാണ് പെനിസീലിയം വരുന്നത്, ദാറ്റ് ഈസ് ഏബിൾ ടു മേക്ക് ആൻറ്റിബയോട്ടിക്സ്. അതുപോലെ തന്നെ ആസ്പെർഗില്ലസ്, സെക്കാരോമൈസിറ്റ്സ്, ഈസ്റ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ആസ്കോമൈസിറ്റ്സ്. ഇനി ഏറ്റവും കൂടുതൽ ജനറ്റിക് സ്റ്റഡീസിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പോറ. അതിനെയും കാണുന്നത് ആസ്കോമൈസിറ്റ്സിൽ തന്നെയാണ്. ക്ലാവിസെപ്സ്, അതേപോലെ എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ് മോറൽസ് ആൻഡ് ട്രഫിൾസ്. ദേ ആർ ഓൾസോ കമ്മിങ് അണ്ടർ ആസ്കോമൈസിറ്റ്സ്. And even you should learn, they not only include the saprophytic or parasitic, ആസ്കോമൈസിറ്റ്സിൽ തന്നെ കോപ്രോഫില്ലസ് ആയിട്ടുള്ള ഫംഗസിനെയും കാണുന്നു. എന്താണ് കോപ്രോഫില്ലസ്? ദോസ് ഫംഗസ് വിച്ച് ഗ്രോസ് ഓൺ കൗഡങ്, വല്ല എക്സ്ക്രീറ്ററി മാറ്ററിലെല്ലാം ഗ്രോ ചെയ്യുന്ന ഫംഗസിനെയാണ് കോപ്രോഫില്ലസ് എന്ന് പറയുന്നത്. കോപ്രോഫില്ലസിൻ്റെ എക്സാമ്പിൾ ആണ് പെസൈസ പൈലോബോളസ്. ഇങ്ങനെയുള്ള ചില ഫംഗസ് എല്ലാം ആസ്കോമൈസിറ്റ്സിൽ കാണുന്നു. ഇത്രയാണ് ഫംഗസിൻ്റെ ആ ഒരു ഡിഫറൻസിയേഷൻ. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ചാൽ മതി. ഇപ്പോൾ ബസീഡിയോമൈസിറ്റ്സിൽ എഡിബിളായിട്ട് കാണുന്നൊരു ഫംഗസാണ് അഗാരിക്കസ്. അതേപോലെ തന്നെ 2 പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസ് ഉണ്ട്, ഉസ്റ്റിലാഗോവും പെസീനിയയും. ദെൻ ഡ്യൂട്രോമൈസിറ്റ്സിൻ്റെ 3 എക്സാമ്പിളാണ് NCERT പറയുന്നത്. ഓൾട്ടർനേറിയ, കൊളക്ടോട്രൈക്കം, ട്രൈക്കോഡെർമ. ഈ ട്രൈക്കോഡെർമേനെയൊക്കെ കുറിച്ച് മൈക്രോബ്സ് ചാപ്റ്ററൊക്കെ എടുക്കുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പിന്നെയും പഠിക്കേണ്ടി വരും. അപ്പോൾ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഈ ഒരു ടേബിൾ ഫോർമാറ്റിലൊന്ന് ഫംഗസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഒത്തിരി എളുപ്പമുണ്ടാകും. അപ്പോൾ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും പെട്ടെന്ന് ഓർക്കാനും കണക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. സോ ജസ്റ്റ് ട്രൈ ടു മേക്ക് എ ടേബിൾ റിഗാർഡിംഗ് ദ ഫംഗസ്. ഇനി ഫംഗൽ ലൈഫ് സൈക്കിളിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. അപ്പോൾ ഫൈക്കോമൈസിസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഐസോഗമി, അനൈസോഗമി, ഊഗമി. അത് പറയാനുള്ള കാരണം ഫൈക്കോമൈസിസിൻ്റെ 2 ഹൈഫയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഹൈഫ ഇങ്ങനെയായിരിക്കും,
സീനോസൈറ്റിക് ആയിരിക്കും. മെയിലിനെ പ്ലസ് എന്നും ഫീമെയിലിനെ മൈനസ് എന്നും എഴുതാം, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി അതർ സ്ട്രക്ചർ. ഈ പ്ലസ് സ്ട്രെയിനും മൈനസ് സ്ട്രെയിനും ഗെമീറ്റ് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഗെമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഗെമിറ്റാൻജിയ. ഈ ഗെമിറ്റാൻജിയയിലാണ് മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും ഉണ്ടാവുന്നത്. ഈ ഗെമിറ്റാൻജിയയിൽ കാണുന്ന മെയിലും ഫീമെയിൽ ഗെമീറ്റും ഒരേപോലെ ഉള്ളതാണെങ്കിൽ അതിനെ ഐസോഗമി എന്ന് പറയുന്നു. ഇഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമീറ്റ്, അപ്പോൾ ഇവിടെ മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും ഒരേപോലെയാണ്, നോൺ മോട്ടൈലാണ്. അല്ലെങ്കിൽ മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും ഒരേപോലെയാണ്, മോട്ടൈലാണ്. അപ്പം അങ്ങനെയുള്ള മെയിലും ഫീമെയിൽ ഗെമീറ്റുമാണ് ഇതിൽ ഫോം ചെയ്യുന്നതെങ്കിൽ ഐസോഗ്യാമസ് എന്ന് പറയാം ഇതിൻ്റെ ഫ്യൂഷനെ. ഓർ എൽസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് അനൈസോഗമി. മെയിൽ ഗെമീറ്റ് ചെറുതാണ്, ഫീമെയിൽ വലുതാണ്. ഐദർ മോട്ടൈൽ ഓർ ബോത്ത് ആർ നോൺ മോട്ടൈൽ എങ്കിൽ അനൈസോഗമി എന്ന് പറയാം. ഇനി മെയിൽ ഗെമീറ്റ് എന്ന് പറയുന്നത് ചെറുതാണ്, മോട്ടൈലാണ്. ഫീമെയിൽ ഗെമീറ്റ് എന്ന് പറയുന്നത് വലുതാണ്, നോൺ മോട്ടൈലാണെങ്കിൽ ഊഗമി എന്നും പറയാം. അപ്പോൾ ഈ ഗെമിറ്റാൻജിയിൽ വരുന്ന ഗെമീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 ടൈപ്പാണ് ഇവിടെയുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ: ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഇനി ഈ 2 ഗെമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഗെമിറ്റാൻജിയ കൂടിച്ചേർന്ന് അതിലെ 2 ഗെമീറ്റ്സും കൂടിച്ചേരുന്നു, അങ്ങനെ ഒരു സൈഗോട്ട് ഉണ്ടാകുന്നു. ആ ഒരു സ്പോറിനെയാണ് സൈഗോസ്പോർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയും ഓർത്തിരിക്കുക, സൈഗോസ്പോർ എന്ന് പറയുന്നത് എൻഡോജീനസ് ആണ്, സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നത്. അവരിൽ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാവുന്നത്. ഈ ഹാപ്ലോയിഡ് സ്പോറുകൾ മണ്ണിൽ വീണാൽ വീണ്ടും എന്തായിട്ട് മുളയ്ക്കുന്നു? പ്ലസ് സ്ട്രെയിനും മൈനസ് സ്ട്രെയിനുമായിട്ട് മുളച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു ലൈഫ് സൈക്കിളാണ് ഫൈക്കോമൈസിസിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ഡൈകാരിയോൺ സ്റ്റേജ് ഒന്നും കാണുന്നില്ല. ഡൈകാരിയോൺ സ്റ്റേജ് എല്ലാം കാണുന്നത് ഹയർ ഗ്രൂപ്പ് ഓഫ് ഫംഗസിലാണ്. അപ്പോൾ ആ ഹയർ ഗ്രൂപ്പ് ഓഫ് ഫംഗസിൽ ആസ്കോമൈസിസിൻ്റെ ആ ഒരു സ്റ്റേജസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പ്ലാസ്മോഗമി, ഡൈകാരിയോൺ ഫേസ് ഒക്കെ ഒന്നും മനസ്സിലാവണം, അതിന് വേണ്ടിയാണ് ഈ ഒരു സ്ട്രക്ചർ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആസ്കോമൈസിസ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പ്ലസ് സ്ട്രെയിനും മൈനസ് സ്ട്രെയിനും കാണാം. 2 ഡിഫറെൻറ്റ് ജനറ്റിക്കലി ഡിഫറെൻറ്റ് ഹൈഫേ, ഇവർ 2 ഇതുപോലെ ഫ്യൂസ് ചെയ്യും. അതിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഇനി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെല്ലിലും എന്ത് കാണാം? ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെല്ലിലും 2 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് കാണാം. ആ 2 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിനെയാണ് ഡൈകാരിയോൺ ഫേസ് എന്ന് വിളിക്കുന്നത്. ഈ ഡൈകാരിയോട്ടിക് ഹൈഫയിൽ തന്നെ യു ക്യാൻ സീ ഇൻ ദിസ് ഡൈകാരിയോട്ടിക് ഹൈഫേ വെൻ ദ 2 ന്യൂക്ലിയസ് ആർ കമ്മിങ് they will undergo, they will multiply. അപ്പോൾ പ്ലാസ്മോഗമി കഴിഞ്ഞ ശേഷം അവർ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് സാക്ക് ലൈക്ക് ആണ്. ആ സാക്ക് ലൈക്ക് ഫ്രൂട്ടിംഗ് ബോഡീനെയാണ് ആസ്കോകാർപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ആസ്കോകാർപ്പ് എന്ന് പറയുന്നത് കപ്പ് ലൈക്ക് ആണ്, സാക്ക് ലൈക്ക് ആണ്. ദാറ്റ് ഈസ് ദ റീസൺ ആസ്കോമൈസിസ് ഈസ് കോൾഡ് ആസ് സാക്ക് ഫംഗൈ. ഇനി ഇതിൽ കാണുന്ന ഓരോ ഹൈഫയും ഡൈകാരിയോൺ സ്റ്റേജിൽ തന്നെയാണ്. അപ്പോൾ ഈ കപ്പിൻ്റെ അകത്ത് നിറച്ച് ഹൈഫേ കാണാം, ഓരോ ഹൈഫയും ഡൈകാരിയോൺ സ്റ്റേജിലാണ്. ഈ ഡൈകാരിയോൺ സ്റ്റേജിലുള്ള ഹൈഫയുടെ ടിപ്പ് സെല്ലിൽ കാരിയോഗമി നടക്കുന്നു, ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നു. കാരിയോ മീൻസ് ന്യൂക്ലിയസ്, കാരിയോഗമി മീൻസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷൻ കഴിഞ്ഞാൽ അവരൊരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാക്കുന്നു. ദാറ്റ് സൈഗോട്ട് വിൽ അണ്ടർഗോ മിയോസിസ് ഇൻ ഓർഡർ ടു ഫോം ആസ്കോസ്പോർ. ഇതൊക്കെയാണ് NCERT പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ഡയഗ്രം ഈസ് മിസ്സിങ്. അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു ഡയഗ്രം വെച്ച് കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ആസ്കോമൈസിസ് ഫംഗസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈഫേ പ്ലാസ്മോഗമി നടക്കുന്നു. ഡൈകാരിയോട്ടിക് ഹൈഫേ പിന്നീട് ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യുന്നു. ഫ്രൂട്ടിംഗ് ബോഡിയുടെ അകത്തുള്ള ഓരോ ഹൈഫയുടെയും ടിപ്പ് സെല്ലിൽ കാരിയോഗമി നടക്കുന്നു. പിന്നീട് അവിടെ മിയോസിസ് നടക്കുന്നു, സ്പോർ ഫോം ചെയ്യുന്നു. അങ്ങനെ ഹൈഫയുടെ ഉള്ളിൽ തന്നെ ഫോം ചെയ്യുന്ന സ്പോറാണ് ആസ്കോസ്പോർ. അതുകൊണ്ടാണ് എൻഡോജീനസ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ അകത്തുള്ള ഓരോ ഹൈഫയുടെ ഉൾഭാഗത്തായിട്ട്, ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന എല്ലാ ഡയഗ്രവും ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഹൈഫയുടെയും ഉള്ളിലായിട്ടായിരിക്കും സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻസൈഡ് ദ ഫ്രൂട്ടിംഗ് ബോഡി, ഇൻസൈഡ് ദ ഹൈഫേ, they will produce the spores. So ascospores are endogenously produced inside the ascocarp. അപ്പോൾ ആസ്കോകാർപ്പിൻ്റെ അകത്ത് കാണുന്ന ഓരോ ഹൈഫയുടെയും ഉൾഭാഗത്തായിട്ടാണ് ഈ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ റിലീസ് ചെയ്യുന്ന ഈ സ്പോറുകൾ മണ്ണിൽ വീഴുകയും പിന്നീട് വീണ്ടും പ്ലസ് സ്ട്രെയിനും മൈനസ് സ്ട്രെയിനുമായി ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്, ഇത് 3 നടക്കുന്നത് ഏത് സമയത്താണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ പ്ലാസ്മോഗമി കഴിഞ്ഞ് ആസ്കോമൈസിസ് എന്ന് പറയുന്ന ഫംഗസിലെല്ലാം ഒത്തിരി നാളുകൾ കഴിഞ്ഞിട്ടാണ് കാരിയോഗമി നടക്കുന്നത്. അതേസമയം ഫൈക്കോമൈസിസിലൊക്കെ ഇമ്മീഡിയറ്റ്ലി കാരിയോഗമി നടക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ പ്ലാസ്മോഗമി കഴിഞ്ഞ് ഇതൊരു ഡ്യുവൽ ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിൽ ഒത്തിരി നാൾ എക്സിസ്റ്റ് ചെയ്യും. ആ സമയത്താണ് ഇവർ മൾട്ടിപ്ലൈ ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഫ്രൂട്ടിംഗ് ബോഡീനെയാണ് ആസ്കോകാർപ്പ് എന്ന് വിളിക്കുന്നത്. ആസ്കോകാർപ്പിൽ കാണുന്ന ഓരോ ഹൈഫയുടെയും ടിപ്പ് സെല്ലിൽ ഈ പറയുന്ന കാരിയോഗമിയും അതുപോലെ തന്നെ മിയോസിസും നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇവർ ആസ്കോസ്പോർസ് ഉണ്ടാക്കുന്നു, അതിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ താഴെ ഇരിക്കുന്ന സെല്ലിലും കാരിയോഗമിയും വീണ്ടും മിയോസിസും നടക്കും. അങ്ങനെ ഒത്തിരി സ്പോറുകൾ ആസ്കോകാർപ്പിൽ നിന്നും റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് ആസ്കോമൈസിറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ. ഇനി ബെസീഡിയോമൈസിറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബെസീഡിയോമൈസിറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറുകളിലാണ്. അപ്പോൾ ഇവിടെയും നടക്കുന്നത് പ്ലാസ്മോഗമിയും ഡൈക്കാരിയോൺ ഫേസും പിന്നെ ഫ്രൂട്ടിംഗ് ബോഡി ഫോർമേഷൻ. ഈ ഒരു ഫ്രൂട്ടിംഗ് ബോഡീനെയാണ് ബെസീഡിയോ കാർപ്പ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഈ പറയുന്ന ഗിൽ എന്ന് പറയുന്ന റീജിയൻ, ഇതിൻ്റെ അകത്തൊരു ഒത്തിരി ഹൈഫേ വരുന്നുണ്ട്. ഓരോ ഹൈഫയും എക്സിസ്റ്റ് ചെയ്യുന്നത് ഡൈക്കാരിയോൺ സ്റ്റേജിലാണ്. ഈ ഡൈക്കാരിയോട്ടിക് ഹൈഫയുടെ, അപ്പോൾ ബെസീഡിയോ കാർപ്പിൻ്റെ ഉള്ളിൽ ഒത്തിരി ഹൈഫേ കാണാം. ഓരോ ഹൈഫയുടെയും ടിപ്പ് സെല്ലിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? കാരിയോഗമിയാണ് നടക്കുന്നത്, വിച്ച് ഈസ് ഫോളോഡ് ബൈ മിയോസിസ്. ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എക്സോജീനസ് സ്പോർസ്. പിന്നീട് ഹൈഫയുടെ പുറത്തായിട്ടാണ് സ്പോർ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന എക്സോജീനസ് സ്പോറുകളെയാണ് ബെസീഡിയോ സ്പോർസ് എന്ന് വിളിക്കുന്നത്. സോ ബെസീഡിയോ സ്പോർസ് ആർ എക്സോജീനസ് സ്പോർസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ഹൈഫേ. അപ്പോൾ ഹൈഫയുടെ തൊട്ട് പുറത്തേക്ക് കാണുന്ന എക്സ്റ്റേണൽ സ്പോർസിനെയാണ് ബെസീഡിയോ സ്പോർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് NCERT എഴുതിയിരിക്കുന്നത് ബെസീഡിയോ കാർപ്പിൻ്റെ ഉള്ളിലുള്ള ഹൈഫയുടെ പുറമേ ആയിട്ടാണ് സ്പോറുകൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഹൈഫ എന്ന് പറയുന്നത് ബെസീഡിയോ കാർപ്പിൻ്റെ അകത്താണ് കാണുന്നത്. സോ ഇൻസൈഡ് ദ ബെസീഡിയോ കാർപ്പ് എക്സോജീനസ്ലി ഇൻ ദ ഹൈഫേ. അപ്പോൾ ഈ ഒരു ഹൈഫേനെ പറയുന്ന പേരാണ് ബെസീഡിയ അല്ലെങ്കിൽ ബെസീഡിയം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഫേനെ പറയുന്ന പേരാണ് ആസൈ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫംഗസിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. Hope you understood regarding the life cycle of fungi. Is it clear? Now let's start with virus. അപ്പോൾ പ്ലാന്റ്സും അനിമേലിയും ഞാൻ പറയുന്നില്ല, ഒരു ചാപ്റ്റർ ഇതിന് വേണ്ടി തന്നെ വരുന്നുണ്ട്. അപ്പോൾ വൈറസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സും പാരസൈറ്റിക് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളും പിന്നെ ലൈഫ് സൈക്കിളും കാര്യങ്ങളും പ്ലാന്റ് കിങ്ഡം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ വൈറസ് എടുത്തു കഴിഞ്ഞാൽ എസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് വൈറസ് എന്ന് പറയുന്നത്. അവർക്കൊരു സെല്ലില്ല. സ്റ്റിൽ വി ആർ കൺഫ്യൂസ് വെദർ ടു പ്ലേസ് ഇറ്റ് അണ്ടർ ലിവിങ് ഓർ നോൺ ലിവിങ്. ബിക്കോസ് ലിവിങ്ങിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾ പഠിച്ചതാണ്. മെറ്റബോളിക് റിയാക്ഷൻസ് ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലാണ് അതിനെ ലിവിങ് എന്ന് വിളിക്കാൻ പറ്റൂ. ഇവിടെ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ദേ ഡോണ്ട് ഹാവ് എ സെൽ. ഒരു സെല്ല് കാണുന്നില്ല, സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ല. മെറ്റബോളിക് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലോ ഒരു സെല്ലിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് കാണിക്കുന്നത്. ഒരിക്കലും അവർ സെല്ലിൻ്റെ പുറത്ത് മെറ്റബോളിക് റിയാക്ഷൻസ് കാണിക്കുന്നില്ല. സോ സ്റ്റിൽ ദർ ഈസ് എ കൺഫ്യൂഷൻ വെദർ ടു പ്ലേസ് ഇറ്റ് അണ്ടർ ദ ലിവിങ് ഓർഗാനിസം ഓർ വെദർ ടു പ്ലേസ് ഇറ്റ് അണ്ടർ ദ നോൺ ലിവിങ്. ബട്ട് ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. അവർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വൈറൽ സ്റ്റഡീസിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ദ ടേം വൈറസ് വിച്ച് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ്. ഇപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് ലൂയിസ് പാസ്റ്റർ ആണ്. ബട്ട് അക്കോർഡിംഗ് ടു ന്യൂ NCERT ടേം വൈറസ് ഈസ് ഗിവൺ ബൈ ബേജർനിക്. ലേറ്റസ്റ്റ് NCERT പ്രകാരം അതൊന്ന് ജസ്റ്റ് നോക്കണം, പഴയ NCERT ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ.
പുതിയ ടേം അനുസരിച്ച്, പുതിയ NCERT അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ബേജർനിക് ആണ് ടേം വൈറസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി വൈറസിൻ്റെ ആ ഒരു സ്റ്റഡീസ് ആദ്യം കണ്ടക്ട് ചെയ്തത് ഇവാനോസ്കിയാണ്. ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്. ടൊബാക്കോ പ്ലാന്റ്സിൽ അതിൻ്റെ ലീഫിലെല്ലാം മൊസൈക്ക് പാറ്റേണിലുള്ള ഗ്രോത്ത്, അല്ലെങ്കിൽ അതിൽ തന്നെ ക്ലോറോട്ടിക് വെയിൻസ് എല്ലാം കാണുന്നു. അപ്പം അങ്ങനെയുള്ള ലീഫിനെ എടുത്ത് സ്റ്റഡീസ് നടത്തുന്നത്, ആദ്യമായിട്ട് ഈ പറയുന്ന ലീഫ് സ്റ്റഡീസ് നടത്തുന്നത്, ടൊബാക്കോ മൊസൈക്ക് ഡിസീസിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തുന്നത് ഇവാനോസ്കിയാണ്. ഇവാനോസ്കി 1892 ഈ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഒരു ബാക്ടീരിയൽ പ്രൂഫ് ഫിൽട്ടർ എടുത്തിട്ട് ഈ പറയുന്ന പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഫ്ലൂയിഡ് ഈ ഫിൽട്ടർ വഴി പാസ് ചെയ്ത് നോക്കി. അപ്പോൾ ഏതെങ്കിലും ബാക്ടീരിയ ആണെങ്കിൽ ഈ ഫിൽട്ടറിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ അരിച്ചെടുത്തപ്പോൾ ഒരു ബാക്ടീരിയനെ പോലും കിട്ടിയില്ല. ഈ ഫ്ലൂയിഡിൽ നിന്നും ഒരു ബാക്ടീരിയനെ പോലും അവർക്ക് കിട്ടിയില്ല. സോ ഹി അണ്ടർസ്റ്റുഡ് ദ ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ബാക്ടീരിയ. അപ്പോൾ മൊസൈക്ക് ഡിസീസ് അഫക്റ്റ് ചെയ്ത ടൊബാക്കോ പ്ലാന്റ്സിനെ അതിൻ്റെ ആ ഒരു ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് എടുത്ത് ബാക്ടീരിയൽ പ്രൂഫ് ഫിൽട്ടർ വഴി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബാക്ടീരിയനെ പോലും കിട്ടാതെ വരികയാണ്. അപ്പോൾ മനസ്സിലായി, ഈ സയൻറ്റിസ്റ്റിന് മനസ്സിലാവുകയാണ്, ദിസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ബാക്ടീരിയ, ഇറ്റ്സ് കോസ്ഡ് ബൈ സംതിങ് സ്മോളർ ദാൻ ബാക്ടീരിയ. ഇപ്പോൾ ഈ ഒരു ഡിസീസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്ടീരിയ അല്ല, മറിച്ച് ഏതോ ഒരു ഓർഗാനിസം, അതും ബാക്ടീരിയയിലും വളരെ വലിപ്പം കുറഞ്ഞ ഓർഗാനിസമാണ് ഈ ഡിസീസ് കോസ് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് DJ ഇവാനോസ്കി. പിന്നീട് ഈ ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിനെ എടുത്ത് ഹെൽത്തി പ്ലാന്റ്സിൽ കുത്തിവെച്ച് നോക്കുകയാണ് ബേജർനിക്. അങ്ങനെ ഹെൽത്തി പ്ലാന്റ്സിലും മൊസൈക്ക് ഡിസീസ് കാണപ്പെടുകയാണ്. സോ ദിസ് വാസ് ഡൺ ബൈ ബേജർനിക്. സോ ദിസ് പേഴ്സൺ കോൾഡ് ദാറ്റ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് ആസ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം. അപ്പോൾ ഈ ഒരു ലിവിങ് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിനെ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് വിളിച്ചത് ബേജർനിക് ആണ്. അപ്പോൾ ബേജർനിക് ആണ് ഈ ഒരു ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിനെ എടുത്ത് ഹെൽത്തി പ്ലാന്റ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഹെൽത്തി പ്ലാന്റ്സിലും അപ്പോൾ എന്ത് ബാധിക്കുകയാണ്? ദേ വർ ഓൾസോ ഗെറ്റിംഗ് ദിസ് മൊസൈക്ക് ഡിസീസ്. ദിസ് വാസ് ആക്ച്വലി ഡൺ ബൈ MW ബേജർനിക് ഇൻ 1898. പിന്നീട് ഈ ഒരു ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിൽ നിന്നും വൈറസിൻ്റെ ആ ഒരു ക്രിസ്റ്റലൈസ്ഡ് സ്ട്രക്ചർ അത് കണ്ടുപിടിക്കുന്നത്, പാർഷ്യലി ക്രിസ്റ്റലൈസ്ഡ് സ്ട്രക്ചർ കറക്റ്റായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നത് WM സ്റ്റാൻലി ഇൻ 1935. ഈ ഒരു പേഴ്സണാണ് ക്രിസ്റ്റൽ ഫോം ഓഫ് വൈറസിനെ കണ്ടുപിടിക്കുന്നത്. ഈവൻ ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ദ സെയിം. ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി വൈറസിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ വൈറസ്, എവ്രി വൈറസ് യു ക്യാൻ സീ ഇറ്റ് ഈസ് കവേർഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. ആ ഒരു പ്രോട്ടീൻ കോട്ടിനെ, വൈറൽ പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഇനി ജനറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലോ, വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ RNA അല്ലെങ്കിൽ DNA ആയിരിക്കും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഏതൊരു വൈറസ് എടുത്തു കഴിഞ്ഞാലും ആ വൈറസിനെ കവർ ചെയ്തിരിക്കുന്നത് ഒരു പ്രോട്ടീൻ കോട്ടാണ്. ആ പ്രോട്ടീൻ കോട്ടിനെ ക്യാപ്സിഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓരോ യൂണിറ്റ്സിനെയും ക്യാപ്സോമിയേഴ്സ് എന്ന് വേണം പറയാൻ. സോ ഹിയർ യു ക്യാൻ സീ ദർ ആർ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ദ വൈറസ്. സം ക്യാൻ ബി സ്പെറിക്കൽ ഷേപ്പ്, സം ക്യാൻ ബി റോഡ് ഷേപ്പ്, സം ക്യാൻ ബി ടാഡ്പോൾ ഷേപ്പ്. പല ഷേപ്പിലാണ് വൈറസിനെയും കാണപ്പെടുന്നത്. അപ്പോൾ ഏതൊരു വൈറസ്, അപ്പോൾ ഈ ഒരു ടൊബാക്കോ മൊസൈക്ക് വൈറസ് എടുത്തു കഴിഞ്ഞാൽ റോഡ് ഷേപ്പായിട്ടാണ് കാണുന്നത്. ഈ റോഡ് ഷേപ്ഡ് വൈറസിൻ്റെ ചെറിയ ചെറിയ യൂണിറ്റ്സുകൾ ഇതുപോലെ കാണാം. ഈ ഓരോ യൂണിറ്റ്സിനെയാണ് ക്യാപ്സോമിയർ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ക്യാപ്സിഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഹോളോ ആണ്. ആ ഹോളോ സെൻറ്ററിലാണ് ജനറ്റിക് മെറ്റീരിയൽ വരുന്നത്. ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദിസ് വൈറസ് ഈസ് RNA. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ടൊബാക്കോ മൊസൈക്ക് വൈറസിൽ കാണുന്നത്. ഇനി വൈറസ് വിച്ച് അറ്റാക്ക് എ ബാക്ടീരിയൽ സെൽ ഈസ് കോൾഡ് ആസ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിൻ്റെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വിൽ ബി ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് എ ബാക്ടീരിയോഫേജ്. സോ വാട്ട് ഈസ് ബാക്ടീരിയോഫേജ്? ദ വൈറസ് വിച്ച് അറ്റാക്ക് എ ബാക്ടീരിയൽ സെൽ ഈസ് കോൾഡ് ബാക്ടീരിയോഫേജ്. അപ്പോൾ ഇതിലൊരു ഹെഡ് കാണാം, ഇതേപോലെ തന്നെ ഒരു കോളർ കാണാം, അതേപോലെ ടെയിലിൽ കുറേ ടെയിൽ ഫൈബേഴ്സും കാണാവുന്നതാണ്. ഈ ടെയിൽ ഫൈബേഴ്സ് യൂസ് ചെയ്താണ് അവർ ബാക്ടീരിയൽ സെല്ലിൽ അറ്റാച്ച് ചെയ്യുന്നത്.
ഞാൻ ഏകദേശം ഒരു 10-25ഓളം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞുപോയി. അപ്പോൾ അത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ റീജിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, നമ്മൾ ആ ടേബിൾ ഫോമാറ്റിൽ റൈറ്റ് ചെയ്ത കാര്യം, അതിൽ നിന്ന് തന്നെ ഏകദേശം 10-25 ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആസ്ക് സർട്ടൺ ക്വസ്റ്റ്യൻസ് ലൈക്ക് കോപ്രോഫിലസ് ഫംഗസ് ബിലോങ്സ് ടു ബസീഡിയോമൈസിറ്റ്സ് ആണോ? അപ്പോൾ ആ ഒരു ടേബിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് കോപ്രോഫിലസ് ഫംഗസ് ആസ്കോമൈസിറ്റ്സിലാണ് വരുന്നതെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ദ ഫംഗസ് ലൈക്ക് ഓൾട്ടർനേറിയ, ട്രൈക്കോഡേർമ എക്സെട്ര ദേ ഹാവ് എൻഡോജീനസ് അസെക്ഷൽ സ്പോർ. അങ്ങനെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ടേബിൾ ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കോ. ഈ പറയുന്ന ഓൾട്ടർനേറിയ, ട്രൈക്കോഡെർമ, ഡ്യൂട്രോമൈസിറ്റ്സിലാണ് അവരിൽ കാണുന്നത് എൻഡോജീനസ് അല്ല, അസെക്ഷൽ സ്പോർസ് എക്സോജീനസ് ആണ്. അപ്പോൾ ആ ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് എഴുതി വെക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ശരിക്കും ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. നിർബന്ധമായിട്ട് ഇതേപോലെയുള്ള ടേബിൾ ഫോമാറ്റും ഈസി ആയിട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ലൈഫ് സൈക്കിൾ പോലുള്ള കാര്യങ്ങൾ NCERT സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനൊക്കെയാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. ഇപ്പോൾ NCERTയിൽ കുറേ മിസ്സിങ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, അതും നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ തിയറി നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തിയറി പാർട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദെൻ ഹിയർ യു ക്യാൻ സി വൈറോയിഡ്സ്. അപ്പോൾ എന്താണ് വൈറോയിഡ്സ്? ഇപ്പോൾ ജനറ്റിക് മെറ്റീരിയലും ക്യാപ്സിഡും വരുന്നതാണ് വൈറസ്. അതേസമയം ക്യാപ്സിഡ് ഇല്ല എങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വൈറോയിഡ്സ്. ജനറ്റിക് മെറ്റീരിയൽ മാത്രമായിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതാണ് വൈറോയിഡുകൾ. ഇപ്പോൾ വൈറോയിഡ്സ് ആദ്യം ഡിസ്കവർ ചെയ്തത് ഡൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഇപ്പോൾ പൊട്ടേറ്റോയുടെ ഷേപ്പ് ഇവിടെ കാണാം, നോർമൽ പൊട്ടേറ്റോ ആൻഡ് സ്പിൻഡിൽ ഷേപ്ഡ് പൊട്ടേറ്റോ. അപ്പോൾ പൊട്ടേറ്റോ സ്പിൻഡിൽ ട്യൂബർ മെയിനായിട്ടും കോസ് ചെയ്യുന്നത് വൈറോയിഡ്സ് ആണ്. ആ വൈറോയിഡ്സിൽ പ്രോട്ടീൻസ് ആണ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് വൈറോയിഡ്സിൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്, പ്രോട്ടീൻസ് അല്ല. പ്രോട്ടീൻ കോട്ട് ഇവരിൽ കാണുന്നില്ല, ക്യാപ്സിഡ് കാണുന്നില്ല. അപ്പോൾ ഇവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ RNA ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, ദാറ്റ് ഈസ് വൈറോയിഡ്. സോ ദർ ഈസ് നോ പ്രോട്ടീൻ കോട്ട്, ദർ ഈസ് ഓൺലി എ ലോ മോളിക്കുലർ വെയ്റ്റ് RNA. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ T.O. ഡൈനർ ഇൻ 1971. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ ഇയേഴ്സ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊക്കെ വർഷമാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഇപ്പോൾ 1892 വി വർ ഡിസ്കസിങ് അബൌട്ട് D.J. ഇവാനോസ്കി. 1898 we were discussing about Bajornik. 1935 we have discussed about the W.M. Stanley. ഈ 3 വർഷങ്ങളാണ് പഠിച്ചത്. പിന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ച വർഷമാണ് 1969, ദാറ്റ് ഈസ് റിഗാർഡിങ് R.H. വിറ്റാക്കർ. ദെൻ 1971. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടൊന്ന് എഴുതി വെച്ചേക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഫുൾ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 വർഷങ്ങളോളം ഇവർ പറയുന്നുള്ളൂ. അപ്പോൾ 5 വർഷം ഒന്ന് എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ വർഷങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. 1892 കുറിച്ച് പറയുന്നുണ്ട് ഇവാനോസ്കിയുടെ, 1898 കുറിച്ച് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് റിഗാർഡിങ് ബേജർനിക്. 1935 ദാറ്റ് ഈസ് റിഗാർഡിങ് W.M. സ്റ്റാൻലി. 1969 R.H. വിറ്റാക്കർ. ദെൻ 1971. ഇതേപോലെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. തിയറി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെ പല ബുക്സിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കാണാവുന്ന ചില കാര്യങ്ങളാണ് ഹൈ മോളിക്കുലാർ വെയ്റ്റ് RNA എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു വർഷം തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ദിസ് ഈസ് ബിഗ്ഗർ ദാൻ വൈറസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വൈറോയിഡ്സ് എപ്പോഴും വൈറസിനേലും ചെറുതാണ്. ദെൻ ദേ മേക്ക് പൊട്ടേറ്റോ സ്പിൻഡിൽ ട്യൂബർ. അപ്പോൾ പൊട്ടേറ്റോ നോർമലി കാണുന്ന ഷേപ്പ് ആയിരിക്കില്ല, സ്പിൻഡിൽ ഷേപ്പ് ഡിലോങ്ങേറ്റഡ് ആക്കുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ് വൈറോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കറക്റ്റ് നമ്മൾ നോക്കി വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ കയറാൻ. അപ്പോൾ ഫംഗസിൻ്റെ കേസിലൊക്കെ ഓർത്ത് വെക്കേണ്ട ടേബിൾ ഫോം എഴുതി വെച്ചിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. പയ്യെ തന്നെ നമ്മളറിയാതെ മെമ്മറൈസ് ആയിക്കോളും. ദെൻ ലാസ്റ്റ് ഈസ് റിഗാർഡിങ് ദ ലൈക്കൻസ്. അപ്പോൾ ലൈക്കൻസ് എടുത്തു കഴിഞ്ഞാൽ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് both algae and fungi only we call it as lichens. ഇപ്പോൾ ഇവിടെ ആൽഗൽ പാർട്ട്ണറിനെ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ പാർട്ട്ണറിനെ മൈക്കോബയോണ്ട് എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഇവിടെ ആൽഗഡ് പാർട്ട്ണർ ആയിരിക്കും ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഫോട്ടോസിന്തസിസ് നടത്തുന്നതും, അത് ഫംഗൽ പാർട്ട്ണറിന് കൊടുക്കുന്നത്. ഫംഗൽ പാർട്ട്ണർ എന്ത് ചെയ്യും? ഇതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ദേ വിൽ ഹെൽപ്പ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ഇനി ലൈക്കൻസ് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൊല്യൂഷൻ. ഒരിക്കലും പൊല്യൂഷൻ ഉള്ള ഏരിയയിൽ ഇവർ വളരില്ല. അതുകൊണ്ട് തന്നെ ലൈക്കൻസിൻ്റെ ഗ്രോത്തിനെ ഒരു പൊല്യൂഷൻ്റെ ഏരിയ ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലൈക്കൻ, വിച്ച് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗൈ. ഇവരെ പയോണിയർ സ്പീഷീസ് ആയിട്ടും കണക്കാക്കാം. പയോണിയർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ദ ഓർഗാനിസം ടു ഗ്രോ ഓൺ എ ന്യൂ ഏരിയ. ഒരു പുതിയ സ്ഥലത്ത് കയറി വളരുന്ന ആ ഒരു ഓർഗാനിസത്തിനെയാണ് പയനീർ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ എത്തുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ ലാസ്റ്റ് ഈസ് റിഗാർഡിംഗ് പ്രയോൺസ്. പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിളിനെയാണ് പ്രയോൺസ് എന്ന് പറയുന്നത്. സോ പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ മീൻസ് മാഡ് കൗ ഡിസീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്നത് ചില പ്രോട്ടീൻസ് ആണ്. These proteins will be infecting the brain. Encephalon, ബ്രെയിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി. അപ്പോൾ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി, that is the proteins will be mainly affecting the brain and it will be causing the infection that is caused by prions. ഇനി അത് തന്നെ ഹ്യൂമൻസിൽ കാണുന്നതാണ് CJD, ക്രൂസ്ഫെൽറ്റ് ആൻഡ് ജേക്കബ് സിൻഡ്രോം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പറയാനുള്ളത്. സെൽ വാളിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ സെൽ വാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ആയിരിക്കില്ല ആർക്കെ ബാക്ടീരിയയുടെ കേസിൽ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് ഒന്ന് സ്ട്രോങ് ആക്കുക, അതേപോലെ നോട്ടൊന്ന് ഉണ്ടാക്കുക. വളരെ ബ്രീഫായിട്ട് എപ്പോഴും ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു 1 ലൈൻ വെച്ച് ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും ഓരോ പാരഗ്രാഫിൽ നിന്നും. അത് ഏറ്റവും ബ്രീഫ് ഫോമാറ്റ് ആയിരിക്കണം. അതിനെ ബേസ് ചെയ്ത് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങണം. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരാമെന്ന്. പിന്നെ വളരെ ചെറിയൊരു ടൈമാണ് കിട്ടിയിരിക്കുന്നത്. ആ ടൈമിൽ ഏകദേശം എല്ലാം ഒന്ന് ടച്ച് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ എത്രത്തോളം ഇത് മനസ്സിലായി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ മാക്സിമം ഇതുപോലെയുള്ള, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഏകദേശം മക്കൾക്ക് മനസ്സിലാവും ഇത് ഏത് ഫോമാറ്റിൽ വേണം പഠിക്കാനെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കുക, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ്: ഇൻ ഫംഗസ് ലൈക്ക് ന്യൂറോസ്പോറ ആൻഡ് ക്ലാവിസെപ്സ് ദേ റിപ്രൊഡ്യൂസ് അസെക്ഷുവലി ബൈ എക്സോജീനസ് സ്പോർസ്. ആണോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഫംഗസ് ലൈക്ക് ന്യൂറോസ്പോറ ആൻഡ് ക്ലാവിസെപ്സ് അവർ വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ആസ്കോമൈസിറ്റ്സ്. ഞാൻ പറഞ്ഞത് അവർ അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനസ് സ്പോറാണ്. കറക്റ്റാണ്, കൊണീഡിയോസ്പോർ വഴിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഇരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യണം. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊന്നുമല്ല, വളരെ ബ്രീഫായിട്ടൊന്ന് ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പം കത്താൻ തുടങ്ങും. ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങി ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പീഡിലാണ് ഞാൻ എടുത്തത്. ഒന്നും കൂടി നോക്കുക, പറ്റും. എപ്പോഴും ഒരു ചാപ്റ്റർ നന്നായിട്ടിരുന്ന് വായിച്ചിട്ടൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ ഏതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ ഓഫീസിലേക്ക് ബന്ധപ്പെട്ടാൽ മതി, അവർ അത് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതൊരു മോസ്റ്റ് ബ്രീഫ് ഫോമാണ്, ഒത്തിരി വൈഡായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എന്നാൽ തന്നെ എന്തെങ്കിലും യൂസ് ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ദെൻ, താങ്ക്സ് ഓൾ, ബൈ. നിങ്ങൾക്ക് ഓഫീസിലേക്ക് ബന്ധപ്പെടാം. അപ്പോൾ അവർ സ്ലൈഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരും. എന്നാലും ഞാൻ മാക്സിമം റൈറ്റപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് എഴുതിയെടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ മാക്സിമം കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ചാപ്റ്റേഴ്സ് പോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രമിച്ചാൽ നടക്കും. ആദ്യമൊക്കെ കുറച്ച് ബിറ്ററായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും കുറച്ച് ചെല്ലുന്തോറും നമുക്ക് മനസ്സിലാവും ഈ ചാപ്റ്റർ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കണക്ഷൻസ് മനസ്സിലാവണം. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസ് ചെയ്യണേക്ക് മുമ്പ് തിയറി ഇതേപോലെ നല്ല
ബേസിക്സ് ഉണ്ടാക്കിയെടുക്കണം. ഓരോ ലൈനും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസും കാര്യങ്ങളും കമ്പാരിസൺ സ്റ്റഡീസ് നടത്തുന്നത് ഒത്തിരി നല്ലതാണ്. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്.